ഒരു വാക്കുകൂടെ നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ കർത്താവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെയും അവിടുത്തെ മുമ്പാകെ കുമ്പിടുന്നു. കർത്താവേ, ഒരു പൂജ്യമായിട്ട് കർത്താവേ, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെയും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ തേജസ്സിൽ ആ ആനന്ദരൂപനെ കാണണമെന്ന് ഞങ്ങളെ പാടിയതുപോലെ കർത്താവേ, അവിടുത്തെ ആ കർത്താവെ ആനന്ദ സ്വരൂപത്തെ കാണുവാനും കർത്താവെ അവിടുത്തെ ആ ദിവ്യ തേജസ്സിനെ കാണുവാൻ കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമാകുന്ന കണ്ണാടിയിൽ കർത്താവെ അവിടുത്തെ ആ തേജസ്സിനെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങേ തന്നെ കാണുവാൻ കർത്താവെ, അവിടുത്തെ സ്വഭാവത്തെ കാണുവാൻ, അവിടുത്തെ ഭാരങ്ങളെ കാണുവാൻ, അവിടുത്തെ ചിന്തകളെ കാണുവാൻ കർത്താവെ, അങ്ങയോട് അനുരൂപപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. അതിനായിട്ടാണല്ലോ അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. അതിനായിട്ടാണല്ലോ ആ തേജസ് പ്രാപിക്കുവാനാണല്ലോ കർത്താവെ സുവിശേഷ ഘോഷണത്തെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതെന്ന് അവിടുത്തെ വചനത്തിൽ പറയുന്നത് പോലെ. അതെ കർത്താവെ, നന്ദി കർത്താവെ, നന്ദി. ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവെ, ആ ബദനിലെ മറിയത്തെ പോലെ കർത്താവെ അതീവ ശ്രദ്ധയോടെ അങ്ങയിൽ നിന്നൊരു വാക്യം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. അവിടുന്ന് ഞങ്ങൾ ആത്മാവിലേക്ക് കർത്താവെ അറിയിക്കുന്ന ദൂത് കർത്താവെ അത് ആത്മാവിലൊരു വെളിപ്പാടായിട്ട് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് ശ്രദ്ധയോടെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം, നമ്മളിപ്പം യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ വാക്യം വരെ 17-ാം അധ്യായത്തിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് 19 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്താ, കർത്താവ് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ തലേന്നാൾ രാത്രി കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരു അന്ത്യത്താഴം കഴിക്കുന്നു. കർത്താവ് ശിഷ്യന്മാർക്ക് അപ്പം വിട്ടുകൊടുക്കുന്നു. യൂദാസ് ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുന്നു. ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവിൻ്റെ ദീർഘ സംഭാഷണം യോഹന്നാൻ 13-31 മുതൽ 14 അധ്യായം 15 അധ്യായം 16 അധ്യായം എല്ലാം കഴിഞ്ഞിട്ട് 17 അധ്യായത്തിൽ കർത്താവിൻ്റെ ആ ഒരു ഹൈപ്രീസ്ലി പ്രയർ, മഹാപുരോഹിത പ്രാർത്ഥന, 18 അധ്യായത്തിലെ കർത്താവ് ഗെത്സമനെ തോട്ടത്തിലേക്ക് പോകുന്നൊരു രംഗം 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഗെത്സമനെ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ ഒരു നീണ്ട പ്രാർത്ഥന എന്ന് നമുക്ക് പറയാം. 26 വാക്യങ്ങൾ. ആ 26 വാക്യങ്ങളൊന്ന് വായിക്കാൻ അധികം സമയമൊന്നും വേണ്ട. എന്നാൽ നമുക്ക് അതിൻ്റെ ആഴങ്ങൾ പറയുമ്പോൾ അതൊരു വലിയ ഒരു മഹാപുരോഹിത പ്രാർത്ഥന, ഹൈപ്രീസ്ലി പ്രയർ എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് ഒരു മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ട് നമുക്കായിട്ട് കർത്താവിൻ്റെ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ 11 അപ്പോസ്തലന്മാർക്കായിട്ടും, പിന്നെ നമ്മളിപ്പം ഈ 17-ന്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. ആ അപ്പോസ്തലന്മാരുടെ വചനത്തിലൂടെ, ക്രിസ്തുവിന്റെ വചനം അപ്പോസ്തലന്മാരിലൂടെ നമ്മളിലേക്ക് വന്നു. ആ വചനത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയും കൂടെ, നമുക്ക് വേണ്ടിയും കൂടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ആ ഹൃദയഭാരമൊക്കെ നമ്മൾ കാണുകയായിരുന്നു. കർത്താവ് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നാഴിക വന്നിരിക്കുന്നു. താൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക, അതായത് താൻ ക്രൂശീകരണത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ക്രൂശീകരണത്തിൽ ഉപരിയായിട്ട് അതിന് അപ്പുറം ഒരു പുനരുദ്ധാനമുണ്ട്. അതിനുശേഷം സ്വർഗത്തിലേക്കുള്ള ഒരു ആരോഹണമുണ്ട്. അവിടെ പിതാവിനോട് താൻ ആയിരുന്ന ആ തേജസ്സിലേക്ക് എന്നെ തേജസ്കരിക്കണമേ. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ പിതാവിൽ ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്താൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ ഞാൻ ഇതുവരെ അവരെ സൂക്ഷിച്ചു, ഇനി നീ അവരെ സൂക്ഷിക്കണമേ എന്ന് കർത്താവ് പറയുന്നേ. അത് നമ്മൾ ഐ വാസ് കീപ്പിംഗ് ദം. 12-ാമത്തെ വാക്യത്തിൽ, ഞാൻ അവരോട് കൂടി ഇരുന്നപ്പോൾ നിന്റെ നാമത്തിൽ അവരെ നീ തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ, പിതാവിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോ നീ അവരെ കാത്തുകൊള്ളണമേ. 11-ാമത്തെ വാക്യത്തിൽ, നീ അവരെ കാത്തുകൊള്ളണമേ. എന്തിനു വേണ്ടി കാത്തുകൊള്ളണമേ? അവർ നമ്മെ പോലെ, പരിശുദ്ധ പിതാവേ, 11-ാമത്തെ വാക്യം, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് പരിശുദ്ധ പിതാവേ എന്ന് കർത്താവ് അവിടെ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ റൈച്ചസ് ഫാദർ, 25-ാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ നീതിയുള്ള പിതാവേ എന്ന് വിളിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തെ വാക്യത്തിലും പിതാവേ എന്ന് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിതാവേ, നീതിയുള്ള പിതാവേ, പരിശുദ്ധ പിതാവേ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിതാവിനോട് പറയുവാണ്. എന്താ പറയുന്നേ? അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ഐ എം കമ്മിങ് ടു യു. കർത്താവ് വീണ്ടും വീണ്ടും ഐ എം കമ്മിങ് ടു യു. കർത്താവ് ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് വരുമ്പോൾ, അതായത് നമ്മളെ സംബന്ധിച്ചും നമ്മളും
ദൈവമക്കളായിട്ടുള്ള നമ്മൾ ഒരു നാളിൽ നമ്മുടെ മരണത്തെങ്കിലോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരെങ്കിലോ നമ്മൾ സ്വർഗത്തിലേക്ക് വരുന്നവരാണ്. പക്ഷെ ആ ഒരു ട്രാൻസിഷൻ എത്ര ഒരു മാന്യതയോടുകൂടി അയ്യോ ഞാനങ്ങ് വരണമല്ലോ എന്നുള്ള രീതിയിലല്ല, മറിച്ച് എത്ര സന്തോഷ പരിപൂർണതയോടെ ഓ ഫാദർ ഐ എം കമ്മിങ് ടു യു. അതായത് ഈ എന്താണ് പറഞ്ഞത്, കൊച്ചു പിള്ളേരൊക്കെ അപ്പാ ഞാനങ്ങ് വരുക, ഹോസ്റ്റലിൽ നിന്ന് ജ്യോതിസ് വിളിച്ച് പറയുക പപ്പാ ഞാൻ അങ്ങോട്ട് വരുക, എന്നെ ഇങ്ങ് എടുത്തോണ്ട് പിക്കപ്പ് ചെയ്തുകൊണ്ട് വരണമെന്ന് പറയുന്നത് പോലെ ഞാനങ്ങ് വരുക പിതാവേ എന്ന് ഇവിടെ യേശു പറയുക ഐ എം കമ്മിങ് ടു യു, ഐ എം കമ്മിങ് ടു യു. കർത്താവ് അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നമ്മൾ കണ്ടു. 13-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, 11-ാമത്തെ വാക്യത്തിലും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, നിന്റെ അടുക്കൽ വരുന്നു, അതുകൊണ്ട് ഇതുവരെ ഞാൻ കാത്തുകൊണ്ടു. 12-ാമത്തെ വാക്യം അതുകൊണ്ട് നീ അവരെ കാത്തുകൊള്ളണം, ഇനിയിപ്പം ഞാനങ്ങ് വരുക, പരിശുദ്ധാത്മാവിനെ അയച്ച് നീ അവരെ കാത്തുകൊള്ളണം. ഇതിനു വേണ്ടി കാത്തുകൊള്ളേണ്ടേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. കർത്താവിന്റെ ആ ഹൃദയത്തിലെ ഭാരം 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന അതേ കാര്യം തന്നെ വീണ്ടും 21-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പം ശിഷ്യന്മാര് കർത്താവിന്റെ മക്കള് ഒന്നാകണം. അവരൊരു സഭയായിട്ട് അവരൊരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എന്ന വണ്ണം, ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്ക് വലത് കൈയാണോ കേമൻ ഇടത് കൈയാണോ കേമൻ എന്ന് പറഞ്ഞ് മത്സരമില്ല. എന്നുവെച്ചാൽ രണ്ട് കൈയും അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. കാരണം എന്താ, അത് തലയോട്, ക്രിസ്തുവാകുന്ന തലയോട് ചേർന്നിരിക്കുന്നു. അവിടെ അവിടെ അത്ര പ്രകടമല്ലാത്ത അവയവങ്ങൾക്ക് കൂടുതൽ മാന്യത കൊടുക്കാനൊക്കെ നമ്മൾ 1 Corinthians 12 നമ്മൾ വായിക്കുന്നത് പോലെ അങ്ങനെ എല്ലാം ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്. അവിടെ തല ക്രിസ്തു മാത്രമേ ഉള്ളൂ. തല ആയിട്ട് അവിടെ അവിടെ ഒന്നിക്കൂടുതൽ തല, ചില കുഞ്ഞുങ്ങള് ഒന്നിക്കൂടുതൽ തലയായിട്ട് പിറന്നാല് അവര് അധികകാലം ജീവിച്ചിരിക്കത്തില്ല, അല്ലെങ്കിൽ പിന്നെ സർജറി ഒക്കെ ചെയ്ത് ഒരു തലയാക്കണം, എന്നാലേ അത് ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ സഗ്ബർ പറഞ്ഞ പോലെ ക്രിസ്തു ശരീരത്തിലെ ക്രിസ്തുവാകുന്ന സഭയിൽ ഒരു തലയേ ഉള്ളൂ. അത് അവിടുത്തെ മൂപ്പന്മാരോ ഉത്തരവാദിത്ത സൗകര്യങ്ങളോ ഒക്കെ ജസ്റ്റ് കാര്യങ്ങളെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഉത്തരവാദിത്തോടെ നിൽക്കുന്നു. എന്നാൽ തല ആരാന്ന് ചോദിച്ചാൽ ക്രിസ്തു എന്ന തലയോട് ഓരോരുത്തരെ പറ്റിച്ചേർന്ന് വളരേണ്ടത്. അപ്പൊ ആ പിതാവിന്റെ നാമത്തിൽ അവരെ അതുപോലെ ഒന്നാകണം. പിതാവ് ഞാനും അങ്ങ് ഒന്നായിരിക്കുന്നത് പോലെ കർത്താവെ അവരും ഒന്നാകണം. അതാ ദേ മേ ബി വൺ ഈവൻ ആസ് വി ആർ, നമ്മെ പോലെ ഒന്നാകണം. യേശുവും പിതാവും അതുപോലെ, യേശുവും പിതാവും 2 വ്യക്തിത്വങ്ങളാണ്. എന്നാൽ യോഹന്നാൻ 10:30 കർത്താവ് പറയുന്നത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 10:30 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം അത് കോട്ട് ചെയ്തുകൊണ്ട് ചില യേശുനാമക്കാരൊക്കെ പറയാം പിതാവ് യേശു ഒക്കെ ഒന്നാ, അപ്പോൾ ഒരു നാമമേ ഉള്ളൂ, അപ്പം തൃത്വമൊന്നും ഇല്ല എന്ന് പറയുന്ന ദുരുപദേശക്കാർ വേറെയുണ്ട്. എന്നാൽ അവിടെ യേശു പറയുന്നതെന്ന് വെച്ചാൽ ഞാനും എൻ്റെ പിതാവ് ഒന്നാണെന്ന് പറഞ്ഞാൽ അതുപോലെ ആത്മാവിലൊരു ഐക്യമാണ്. എൻ്റെതായ ഇഷ്ടമല്ല ഞാൻ പിതാവിനെ അങ്ങ് സമർപ്പിച്ചു, പിതാവിൻ്റെ ഇഷ്ടം തന്നെ എൻ്റെ ഇഷ്ടമായി തീർന്നിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെതാണ്, എൻ്റെതെല്ലാം പിതാവിൻ്റെതാണ്, പിതാവിൻ്റെതെല്ലാം എൻ്റെതാണ്. ഇത് 17:10 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഐക്യം, ആ ഒരു ഐക്യത്തിലേക്ക് സഹോദരങ്ങൾ വരണം, അവരും അതുപോലെ ഒന്നാകണം. ആ പിതാവിന്റെ നാമത്തിൽ അവർ കാക്കപ്പെടുമ്പോഴാണ് പിതാവിന്റെ ആ ഒരു സ്വസ്ഥതയിൽ, പിതാവിന്റെ സ്നേഹത്തിലുള്ള, പിതാവിന്റെ മാർവിടത്തിലുള്ള വലിയൊരു സ്വസ്ഥതയിലും സമാധാനത്തിലും അവരായിരിക്കുമ്പോഴാണ് അവർക്ക് പിന്നെ ആ ഒരു ആരാണ് വലിയവനെന്നോ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഞാൻ മറ്റുള്ളവർക്കായിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഷോ ഓഫ് ചെയ്യാനൊന്നും അവർക്ക് വെമ്പലില്ല. മറിച്ച് അവർ പിതാവിന്റെ മാർവിലെ സ്വസ്ഥതയോടെ ഇരിക്കുക. അപ്പം അവർക്ക് അവിടെ ഒരു മത്സരബുദ്ധിയില്ല. ആ ഒരു സ്വസ്ഥത പിതാവിന്റെ നാമത്തിൽ അവര് കാക്കണം, അവർ ഒന്നാകേണ്ടതിന് അവരെ കാക്കണമേ എന്നാണ് നമ്മൾ നീ തന്ന നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിന് പിതാവ് കൊടുത്ത നാമം, പിതാവിന്റെ നാമത്തെയാണ് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ യോഹന്നാൻ 1:18 വായിക്കുന്നുണ്ട്. നീ എനിക്ക് തന്ന നാമത്തെ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ. അതിന് തൊട്ട് മുമ്പ് അതിന്റെ 6-ാമത്തെ വാക്യത്തിലൊക്കെ പറയുമ്പോൾ ഐ ഹാവ് മാനിഫെസ്റ്റഡ് യുവർ നെയിം. 6-ാമത്തെ വാക്യത്തിൽ നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് എന്താ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് യോഹന്നാൻ 1:18 നമ്മൾ വായിക്കുമ്പോൾ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പിതാവിന്റെ നാമമാണ് യേശു വെളിപ്പെടുത്തി. പിതാവിന്റെ നാമം എന്ന് പറയുമ്പോൾ പിതാവിന്റെ ആ സ്വഭാവം, പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ കാരുണ്യം, പിതാവിന്റെ കാർക്കശ്യം, പിതാവിന്റെ പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെയുള്ള പിതാവിന്റെ ആ ഒരു കാർക്കശ്യവും സത്യവും, അതുപോലെ തന്നെ പിതാവിന്റെ ആ ഒരു കൃപയും കരുണയും മനസ്സിലും എല്ലാം വെളിപ്പെടുത്തിയ ആ ഒരു കർത്താവ്. അപ്പം ആ പിതാവിന്റെ നാമത്തിൽ നമ്മൾ ഒന്നായിട്ട് കാക്കപ്പെടണം. ഞാൻ അവർക്ക് നിന്റെ വചനത്തെ കൊടുത്തു, അത് 14-ാമത്തെ വാക്യത്തിലും നിന്റെ വചനത്തെ കൊടുത്തു എന്ന് വായിക്കുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിലും നിന്റെ വചനത്തെ, നീ എനിക്ക് തന്ന വചനം അവർക്ക് വേണ്ടി കൊടുത്തു. പല കാര്യങ്ങളും കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ
ആ ഒരു കർത്താവിൻ്റെ ഹൃദയത്തിലെ ബേർഡനാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഹൃദയത്തിൽ ഒരു ചില കാര്യങ്ങളെക്കുറിച്ചൊരു ഭാരം ഉണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും അത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭാരം ഒന്ന് മാറുന്നത്. ആ കർത്താവ് നമുക്ക് ഹൃദയത്തിൽ തന്നൊരു ഭാരത്തിനനുസരിച്ച് നമ്മൾ ചിലർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ആവർത്തിച്ച് കുഞ്ഞുങ്ങളോട് തന്നെ ചില കാര്യങ്ങൾ അവർക്ക് കത്തുന്നിടം വരെ നമ്മൾ ആവർത്തിച്ച് പറയാം, അങ്ങനല്ല ഇങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെയല്ല അങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യണ്ടേ എന്നുള്ള കാര്യം എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ കർത്താവ് വിശേഷന്മാർ കേൾക്കാനും കൂടെ വേണ്ടിയും പിന്നെ ഹൃദയത്തിലെ യേശുവിൻ്റെ ഉള്ള ആ ഭാരത്തിനനുസരിച്ചും കർത്താവ് വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരെ അങ്ങ് ഈ ലോകത്തിൽ നിന്ന് അങ്ങ് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന 15-ാമത്തെ വാക്യത്തിൽ, മറിച്ച് ദുഷ്ടൻ തട്ടാതെ വേണം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം, പാപത്തിൽ അകപ്പെടാതെ വേണം. ദുഷ്ടന്റെ അധീനതയിലാണ് ഈ ലോകവ്യവസ്ഥ. ആ ലോകവ്യവസ്ഥയോട് ഇണചേരുന്ന ഒരു ജഡമാണ് നമുക്കുള്ളത്. അപ്പൊ ഈ ലോകം ജഡം പിശാജ് എന്നുള്ള ഒരു തൃത്വമുണ്ട്. ലോകം ജഡം പിശാജ് നമ്മുടെ ശത്രുക്കളായിട്ടുള്ള അതിന്റെ കയ്യിൽ അങ്ങ് അകപ്പെടാതെ, അതിന്റെ സ്വാധീന വലയത്തിൽ അകപ്പെടാതെ, ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമാണെന്നൊക്കെ നമ്മൾ 1 യോഹന്നാൻ 2:15-16 വായിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും പോകാതെ, അതിലകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമേ. എങ്ങനെ അപ്പം കാത്തുകൊള്ളണേ എന്ന് പറയുമ്പോൾ എങ്ങനെ കാത്തുകൊള്ളണമേ എന്നാണ്. ശരിയാണ്, ഭൗതികമായിട്ടുള്ള പല അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുകൊള്ളണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ യാത്രയ്ക്ക് പോവുകയാണ്, ആപത്ത് അനർത്ഥങ്ങളൊന്നും വരരുത്. ശരിയാണ്, നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. കർത്താവാണ് നമ്മളെ കാത്തുകൊള്ളുന്നത്. ഈ നമ്മുടെയൊക്കെ ഈ റോഡുകളിലൊക്കെ ജീവനോട് നമ്മൾ എത്തിച്ചേരുന്നത് വലിയൊരു മഹാത്ഭുതമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓരോ റോഡിന്റെ സൈഡിലൊക്കെ ഓരോ വണ്ടികളൊക്കെ ഇടിച്ച് കിടക്കുമ്പോൾ ദൈവമേ കർത്താവേ അവിടുത്തെ കരുണ നമ്മളിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്, ഇതൊക്കെ ഓരോ ദിവസവും ജീവനോടെ ശ്വാസം വിടുന്ന പറ്റുന്നതൊക്കെ കർത്താവിൻ്റെ ഒരു കരുണയാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളെക്കാട്ടിൽ എത്രയോ ആരോഗ്യവാന്മാരും എത്രയോ പണവും സ്വാധീനമുള്ളവരൊക്കെ മരിച്ചു മൺമറഞ്ഞു പോയപ്പോൾ കർത്താവ് നമ്മളെ കാത്തുകൊള്ളുന്നു, ഭൗതികമായിട്ട് കാത്തുകൊള്ളുന്നു. അത് കാത്തുകൊള്ളുന്നില്ലെന്നല്ല, കാത്തുകൊള്ളുന്നു. എന്നാൽ അതിലുപരി ആത്മീയമായിട്ട് കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദുഷ്ടന്റെ എങ്ങനെയുള്ള കാത്തുകൊള്ളലാണ് കർത്താവ് പറയുന്നത്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ, അവര് പാപത്തിൽ വീഴാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. ആ പാപം എന്ന് പറഞ്ഞാലാണ് ഈ ലോകം ജഡം പിശാച് എന്നുള്ള ആ തൃത്വത്തിലൂടെയാണ് പാപം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പം അതിൽ നിന്ന് കാത്തുകൊള്ളണമേ. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, അത് 14-ലും 15-ലും വീണ്ടും 14-ലും 16-ലും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം. 14-ൽ എന്താ പറയുന്നത്? അവരും ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. 16-ാമത്തെ വാക്യത്തിൽ അത് തന്നെ പറയുന്നത്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, അവരും ലോകത്തിൻ്റെതല്ല, അവരും ലൗകികന്മാരല്ല. അതുപോലെ കർത്താവ് അതായത് ആ ഒരു സ്റ്റാൻഡേർഡ്, അതായത് യേശു പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ യേശു ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചത് ഒരു ലോകത്തിൻ്റെതല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്നൊക്കെ കർത്താവ് ഇത് യോഹന്നാൻ 18:36 പിലാത്തോസിന് മുമ്പിൽ വെച്ച് പറയുന്ന കാര്യമൊക്കെ നമ്മൾക്ക് അറിയാം. നമ്മളും പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നമ്മൾ ഒരു പുതുജനനം പ്രാപിക്കുമ്പോൾ, നമ്മൾ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ, നമ്മളുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളും ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗത്തിൻ്റെ ഒരു ജനനമാണ് നമുക്കുള്ളത്. നമ്മളും സ്വർഗത്തിൽ നിന്ന് വന്നു സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പം നമ്മൾ യേശു ലൗകികനല്ലാത്തതുപോലെ തന്നെ, ജസ്റ്റ് ആസ് ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ്, they are not of the world even as I am not of the world. യേശു ഈ എത്രമാത്രം ഈ ലോകത്തിൻ്റെതല്ലയോ അതുപോലെ ഞാനും ഈ ലോകത്തിൻ്റെതല്ല. അത് എത്ര വലിയൊരു ഹൈ സ്റ്റാൻഡേർഡാണ്. അത് ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ യേശു ഈ ലോകത്തിൽ ജീവിച്ചു. യേശു എത്രമാത്രം ഈ ലോകത്തിൻ്റെതല്ലയോ അതുപോലെ ഞാൻ ഈ ലോകവ്യവസ്ഥയ്ക്കുള്ളവനല്ല എന്നുള്ളൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയുക, 17-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ആ സത്യം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള സത്യം, നിന്റെ വചനമാണ് ആ സത്യം. ആ സത്യത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്താരകളിലും എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറാതിരിക്കണം, എന്ത് പറയണം, എന്ത് പറയാതിരിക്കണം, എന്ത് ചെയ്യണം, അതെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് തൻ്റെ സത്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വചനപ്രകാരം ബാലൻ നടക്കേണ്ടുന്ന വഴി എങ്ങനെ ക്രമപ്പെടുത്തണം, താൻ നടക്കേണ്ടുന്ന വഴി എങ്ങനെ ക്രമപ്പെടുത്തണമെന്നാണ് പറയുന്നേ. എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ തൻ്റെ വചനപ്രകാരം ക്രമപ്പെടുത്തണമെന്നാണ് 119-ാം സങ്കീർത്തനത്തിൻ്റെ 9-11 വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ വചനപ്രകാരം നമ്മളെ വചനത്താലാണ് കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. കർത്താവ് നമ്മളുടെ കുറ്റബോധം, നമ്മളുടെ ഗിൽറ്റ്, അതെല്ലാം കർത്താവ് ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ രക്തത്താലാണ്. കർത്താവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണമാണ്. 1 യോഹന്നാൻ 1:7 വാക്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റുപറയുമ്പോൾ ആ പാപക്കറ അത് കർത്താവിൻ്റെ രക്തത്താൽ കർത്താവ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധമാകുന്നു. ആ ഒരു കുറ്റബോധമൊക്കെ മാറി
ഞാൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന വണ്ണം പിതാവിന്റെ മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ സാധിക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു കർത്താവിന്റെ രക്തത്താലുള്ള ഒരു ശുദ്ധീകരണം ഉണ്ട് എന്ന് അതും കൊണ്ട് മാത്രമല്ല, രക്തവും വെള്ളവുമാണ് കർത്താവിന്റെ വിലാവിൽ നിന്ന് ഒഴുകിയതായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഇതേ യോഹന്നാൻ 19 അധ്യായത്തിൽ ഒന്ന് മറിക്കുമ്പോൾ 19 അധ്യായത്തിൽ അതിന്റെ 34 വാക്യത്തില്, എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തം മാത്രമല്ല എന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പോൾ ചരിത്രകാരന്മാരും ചില ഡോക്ടേഴ്സ് ആയിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ളവരൊക്കെ അപ്പോൾ കർത്താവിന് ഇതുപോലെ രക്തവും വെള്ളവും വന്നെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഈ എഫ്യൂഷൻ മാതിരി, പ്ലൂറൽ പ്രെരിക്കാർഡിൽ എഫ്യൂഷൻ മാതിരി ആ ഒരു അന്നത്തെ ആ ക്രൂശീകരണത്തിന്റെ ആഘാതത്തിൽ അതുപോലുള്ള ഒരു നീർക്കെട്ടും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കാം. അപ്പം രക്തവും വെള്ളവും ആ ഒരു അർത്ഥത്തിൽ ആക്ഷരികമായിട്ട് തന്നെ വന്നിരിക്കുക. എന്നാൽ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? രക്തം, യേശുവിൻ്റെ രക്തം. ആ യേശുവിൻ്റെ ആത്മീയ രക്തമാണ് നമ്മളുടെ പാപങ്ങളുടെ കറ ശുദ്ധീകരിക്കുന്നതെന്ന. ആ വെള്ളം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യേശുവിൻ്റെ വചനമാകുന്ന ജലസ്നാനത്താൽ, വചനം കൊണ്ട് ജലസ്നാനത്താൽ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വാക്യം വായിച്ചു. എഫേസ്യർ 5:26 നമ്മൾ വായിച്ചു. വചനത്തെ ജലത്തോട് ഉപമിച്ചിരിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ജലത്തോട് ഉപമിക്കുന്നുണ്ട്, വചനത്തെയും ജലത്തോട് ഉപമിക്കുന്നുണ്ട്. അപ്പം ആ വചനത്താലെ വിശുദ്ധീകരിക്കണമെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ യോഹന്നാൻ 17 വാക്യത്തിൽ നമ്മൾ വായിച്ച്. അപ്പം രക്തവും വെള്ളവും കൊണ്ടുള്ളൊരു ശുദ്ധീകരണം, ആ ഒരു വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ പുനർജനന സ്നാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാഷിംഗ് ഓഫ് ദ വാട്ടർ വിത്ത് ദ വേർഡ് എന്നൊക്കെ നമ്മൾ തീത്തോസ് 3:5-6-7 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ 5 ആണ്, മലയാളത്തിൽ 5, 6, 7 ഒക്കെ കൂടെ ചേർന്ന് ആ പുനർജന സ്നാനം എന്നുള്ള ആ പദപ്രയോഗമൊക്കെ വരുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒന്ന് കുളിപ്പിക്കുന്നു, വചനം കൊണ്ട് കുളിപ്പിക്കുന്നു. ഇപ്പം ജനിച്ചു വന്ന ശിശുക്കളെ നഴ്സുമാരൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനൊക്കെ ആക്കിയിട്ടാണ് തരുന്നത്, എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി തരുന്നത് പോലെ ദൈവം നമ്മളെ വചനത്താൽ ഒന്ന് കുളിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് എന്ത് ആവശ്യമുണ്ട്, നമ്മൾ ഓരോ ദിവസവും രാവിലെ തോറും പിതാവിനെ വിളിച്ച് എൻ്റെ ചെവികളെ ഉണർത്തുന്നു, ഞാൻ എൻ്റെ ചെവികളെ ഒരു ശിഷ്യന്മാരുടെ ചെവി എനിക്ക് തന്നിരിക്കുന്നു. നമുക്ക് ആ രാവിലെ തോറുമുള്ള കുളിയെക്കുറിച്ച് എവിടെ യെശയ്യാവ് 50:4 വാക്യത്തിൽ രാവിലെയുള്ള നമ്മുടെ ഡെയിലി ഷവറിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും രാവിലെ ഡെയിലി ഷവർ എടുക്കുന്നുണ്ടോ? അക്ഷരികമായിട്ട് കുളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമില്ല ഞാൻ ചോദിക്കുന്നത്. അക്ഷരികമായിട്ട് കുളിക്കണം എന്ന് ആത്മീയമായിട്ടുള്ള ഒരു കുളി. അതാ യെശയ്യാവ് 50:4 രാവിലെയുള്ളൊരു കുളിയെക്കുറിച്ചാണ് പറയുന്നത്, വചനം കൊണ്ടൊരു കുളി. അതാ യെശയ്യാവ് 50:4 പറയുക, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന്. കർത്താവ് എനിക്കൊരു ദർശനമൊക്കെ തന്ന് ഈ വാക്യം കൊണ്ടാണ് സൈക്കാട്രി എന്നുള്ള ഫീൽഡിലോട്ട് എന്നെ ഗൈഡ് ചെയ്യാനായിട്ട്, ക്ലാരിറ്റിയോടെ ഗൈഡ് ചെയ്യാനായിട്ട് ദൈവം 2009 ഏപ്രിൽ മാസം 20 അതിരാവിലെ യെശയ്യാവ് 50:4 വാക്യത്തിൽ അപ്പം ആ വാക്യം അന്ന് ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ ദൈവം ഒരു ദർശനമൊക്കെ തന്ന് പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണമെന്ന് തോന്നി. ബൈബിൾ എടുത്ത് തുറന്ന് നോക്കുമ്പം ഈ ഒരു വാക്യം എൻ്റെ കണ്ണുകളിൽ ഉടക്കുന്നത്. ഇത് 2ാമത്തെ വാക്യമാണ്, ആ പേജിൻ്റെ ആദ്യത്തെ വാക്യം. അതുമുതൽ ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ ഈ വാക്യത്തിൽ പെട്ടെന്ന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ദൈവം തന്നത്. അപ്പം അത് ഞാൻ അതിൻ്റെ സാക്ഷിവെക്കുന്നതിന് മുമ്പും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അന്ന് പവർ വിഷനിൽ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ആ തളർന്നിരിക്കുന്നതിന് അതിൻ്റെ 4ാമത്തെ വാക്യത്തിൽ അവിടെ രാവിലെയുള്ളൊരു കുളിയെ, വചനത്തിലുള്ളൊരു കുളിയെക്കുറിച്ച് പറയും. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു കുളിയുണ്ട്, പിന്നെ ഓരോ ദിവസവും നമ്മളൊരു കുളി, ആത്മീയമായിട്ടുള്ളൊരു കുളി. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന്, മറ്റുള്ളവർക്ക് യേശുവിൻ്റെ ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയേണ്ടതിനായിട്ട് ദൈവം എന്താ ചെയ്ത്? യഹോവയെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. പക്ഷെ നാവ് തരണമെങ്കിൽ അതിനു മുമ്പ് എന്ത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ രാവിലെ തോറും ഉണർത്തി എന്താ ചെയ്യുന്നത്? ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. കേൾക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനും പ്രയാസമായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ ഡെഫ് ആൻഡ് മ്യൂട്ട് എന്നൊക്കെ പലപ്പോഴും ഡെഫ് ആൻഡ് ഡം, ഡെഫ് ആൻഡ് മ്യൂട്ട് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ കേൾക്കാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സംസാരിക്കാൻ വൈകല്യം ഇല്ലെങ്കിൽ പോലും കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. കേട്ടാണല്ലോ അവർ സംസാരിക്കാൻ പഠിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആത്മീയമായിട്ട് കർത്താവിനെ കേൾക്കുമ്പോഴാണ് നമ്മളുടെ ആ നാവിൻ്റെ കെട്ടും കൂടെ മാറി നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ, കർത്താവിനെ ഉയർത്താനുള്ള ഒരു നാവിൻ്റെ കെട്ടൊക്കെ അങ്ങ് കഴിയുന്നത്. വാ തുറന്ന് സംസാരിച്ചു എന്നൊക്കെ പത്രോസ് വാ തുറന്ന് സംസാരിച്ച കാര്യമൊക്കെ നമ്മൾ കുറച്ച് ആഴ്ചകൾ മുമ്പ് സംസാരിച്ചിരുന്നു. ചിലപ്പോൾ നമ്മളൊന്ന് വാ തുറക്കേണ്ട കാര്യമുള്ളൂ, വാ തുറക്കുമ്പോഴത്തേക്കും ദൈവം നമുക്ക് വാക്കുകൾ തരും. അപ്പോൾ ആദ്യം നമ്മൾ കേൾക്കണം, കർത്താവിൽ നിന്ന് കേൾക്കണം. അതാ കർത്താവിൽ നിന്ന് കേൾക്കുന്നതാണ്
ആ രാവിലെയുള്ള ഒരു കുളി, രാവിലെയുള്ള ഒരു ആത്മീയമായിട്ടുള്ളൊരു റിഫ്രഷിങ് ഷവർ. നമ്മൾ സാഗ്ബറിൽ നിന്ന് പലപ്പോഴും നമ്മൾ കൂടെ കേൾക്കുന്നൊരു കാര്യമാണ്. അതായത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട്, യേശുവിനോട്, പിതാവിനോട് ഒന്ന് സംസാരിക്കുക. ജസ്റ്റ് ഹാവ് എ ലവ് കോൺവെർസേഷൻ, ഒരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ പിതാവേ, ഞാൻ അവിടെ നിന്നാണല്ലോ എന്നെ എഴുന്നേൽപ്പിച്ചേ, അവിടത്തേക്ക് എന്നോട് എന്താ പറയാനുള്ളത്, ലോർഡ് വാട്ട് യു വോണ്ട് ടു ടെൽ മീ, അവിടത്തേക്ക് എന്നോട് എന്താ അരുളി ചെയ്യാനുള്ളത് കർത്താവേ, കർത്താവേ അവിടുന്ന് എന്നോട് സംസാരിച്ചാട്ടെ. അപ്പോൾ കർത്താവ് തന്നെ, ദൈവം തന്നെ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന കാര്യം കർത്താവിൻ്റെ ആ ശബ്ദത്തെ കേൾക്കാനായിട്ട് ദൈവം നമ്മളുടെ ചെവികളെ ഉണർത്തും. അത് രാവിലെ ഒരു റിഫ്രഷിങ് ഷവർ ആയിരിക്കും. അതിൽ നിന്ന് വേണം ഇപ്പം ചിലപ്പം കുറച്ചൊരു ഫ്യൂ മിനിറ്റ്സ് ചിലപ്പോൾ നമുക്ക് ചിലപ്പം രാവിലെ എഴുന്നേറ്റ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാണുമായിരിക്കും. അപ്പം ചിലപ്പോൾ അധികം സമയം നമുക്ക് അപ്പം കേൾക്കാൻ അങ്ങനെ ഒരു സമയം കിട്ടിയെന്നിരിക്കത്തില്ല. നമുക്ക് കൂടുതൽ സമയം കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഇനിയിപ്പം പല്ല് വെക്കാനോ ബാത്റൂമിലോ ഒക്കെ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സമയം ഒന്ന് കർത്താവിനോടൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് സമർപ്പിച്ച്, ഒന്ന് ആത്മാവിനാൽ ഒന്ന് നിറയപ്പെട്ട് ഒന്ന് കുളിച്ച്, ആത്മീയമായിട്ടൊന്ന് കുളിച്ചിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അത് വലിയൊരു ആ ദിവസത്തിന് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. പിന്നെ നമുക്ക് ഓഫ്കോഴ്സ് വചനത്തിൻ്റെ മുമ്പാകെ എപ്പോഴാണോ ഇരിക്കാൻ സമയം കിട്ടുന്നത്, പ്രിഫറബിളി രാവിലെ തന്നെയോ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ വചനത്തിന് മുമ്പായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ വചനത്തിന് മുമ്പായിട്ടൊക്കെ ഇരിക്കാനും കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് സോപ്പ് തേച്ചൊരു കുളിയൊക്കെ പറ്റും ആ വചനം കൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോകത്തിലേക്കൊക്കെ പോകുമ്പോൾ ചില പൊടികളൊക്കെ പറ്റും നമ്മുടെ കാലിൽ. അപ്പം കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാല് കഴുകിയാൽ മതി എന്ന് കർത്താവ് യോഹന്നാൻ 13-ാം അധ്യായത്തിൽ പത്രോസിനോട് അതാ പറയുന്നത്. അപ്പം കർത്താവ് പറയുന്ന വാക്കുകൾ കൊണ്ട് തന്നെ അവർ കുളിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഈ ലോകത്തിൻ്റെ പൊടിയിലൊക്കെ പോയിട്ട് വരുമ്പം ചിലപ്പോൾ നമ്മൾ ലോകക്കാരായിട്ടുള്ള ഒത്തിരി പേരോട് നമ്മൾ സംസാരിക്കുകയോ ഇടപഴകുകയോ ഒക്കെ ചെയ്ത് ഇനി വരുമ്പോൾ നമ്മുടെ ലോകക്കാരായ സുഹൃത്തുക്കളോ ലോകക്കാരായിട്ടുള്ള ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രകടമായിട്ട് പാപത്തിലൊന്നും വീണില്ലെങ്കിൽ തന്നെ എന്തോ ഒരു ദൈവത്തോടൊരു അകൽച്ച മാതിരി, ഒരു പൊടി മൂടിക്കെട്ടിയ ഒരു അവസ്ഥ മാതിരിയൊക്കെ നമുക്ക് ആത്മീയമായിട്ട് വരാം. അപ്പോൾ അവിടെ ഒരു കാല് കഴുകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു കർത്താവ് തന്നെ നമ്മളുടെ കർത്താവ് തന്നെയോ കർത്താവിൻ്റെ സഹോദരങ്ങളിലൂടെയൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടായ്മയിൽ ഏർപ്പെടുമ്പോൾ അവിടെ ഒരു എൻകറേജിങ് വേർഡൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു പൊടി അങ്ങ് കഴുകി കളഞ്ഞൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് വചനത്താലുള്ള കുളിയെക്കുറിച്ച് പറയുന്നത്. വചനത്താലുള്ള കുളിയും വചനത്താലുള്ള കാല് കഴുകലും ഒക്കെ ഉണ്ട്. വചനത്തെ ജലത്തോട് ഉപമിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പം കണ്ടത് 17-ാമത്തെ വാക്യത്തിൽ അതാ നമ്മൾ വായിച്ചു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനും അതിന് ആഴങ്ങൾ അറിയുവാനും ഒക്കെ നമ്മൾ എത്രയധികം സമയം എടുക്കുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് 18-ാമത്തെ വാക്യം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അവരെ ഞാനും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അത് വലിയൊരു സ്റ്റാൻഡേർഡാണ്. യേശുവിനെ പിതാവ് അയച്ചതുപോലെ തന്നെ യേശു എന്നെ അയച്ചിരിക്കുകയാണ് ഈ ഒരു കൊച്ചു ലോകത്തേക്ക്. നമുക്ക് മാത്രം അറിയാവുന്ന ചില കോണ്ടാക്ട്സ് ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതുപോലെ നമ്മൾ സാഹിബർ പറഞ്ഞ ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് നമ്മൾ ഈ റൂമിൽ വേറെ ആർക്കും അറിയാത്ത പല കോണ്ടാക്ട്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും അറിയാത്ത പല നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെയൊക്കെയുള്ള ഒരു കൊച്ചു ലോകം, നമ്മളെ അറിയാവുന്നവരുടെ ഒരു കൊച്ചു ലോകം ഉണ്ട്. ആ കൊച്ചു ലോകത്തിലേക്ക് ദൈവം നമ്മളെ അയച്ചിരിക്കുക. യോഹന്നാൻ 3:16 എന്താ നമ്മൾ വായിക്കുന്നത്? ലോകത്തിലേക്ക് യേശുവിനെ അയച്ചു പിതാവ്. എന്തിനു വേണ്ടിയാ? യേശുവിനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നമ്മൾ യോഹന്നാൻ 3:16 വായിക്കുന്നത്. അപ്പം നമ്മളെയും പിതാവ് സ്നേഹിച്ച് തൻ്റെ പുത്രിയായ നമ്മളുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക് അയക്കുക. ആ കൊച്ചു ലോകത്തിലേക്ക് അയക്കുമ്പം എന്തിനു വേണ്ടി അയക്കുന്നേ? നമ്മളിലൂടെ മറ്റനേകര് യേശുവിനെ അറിയാൻ വേണ്ടി. അപ്പം അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. യോഹന്നാൻ അതാ നമ്മൾ കർത്താവിൻ്റെ അംബാസിഡേഴ്സായിട്ട് സ്ഥാനപതികളായിട്ട് അയക്കുന്ന ഒരു കാര്യം. ഇന്ന് ഞാനൊരു IFS ഉദ്യോഗസ്ഥയായിട്ട് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഫോറിൻ സർവീസ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ അംബാസിഡേഴ്സൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിലൊക്കെ പോകുന്നതും ഈവൻ വലിയ വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പോൾ അത് വലിയൊരു അവർ IFS എന്ന് പറഞ്ഞാൽ IAS മാതിരിയുള്ള വലിയൊരു ഉയർന്ന പദവിയാണ് IFS എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ദൈവം കർത്താവിൻ്റെ സ്ഥാനപതികളാക്കി വെച്ചിരിക്കുകയാണ്, കർത്താവിൻ്റെ അംബാസിഡേഴ്സ്. നമ്മൾ ആ വാക്യമൊക്കെ 2 Corinthians 5:20 വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചിന്തിച്ചു. അത് നമ്മൾ പിതാവിനെ യേശു അയച്ചതുപോലെ ഞാൻ അയക്കുക എന്നുള്ള വാക്ക് തന്നെ അപ്പോസ്റ്റലോ എന്നുള്ള പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പദം തന്നെ അതിൽ നിന്നാണ് അപ്പോസ്റ്റൽ എന്നുള്ള വാക്ക്. അപ്പോസ്തലൻ എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. അപ്പം ആ അപ്പോസ്തലന്മാരെ അയക്കുന്ന
അതുപോലെ ആ ഒരു അയക്കുന്ന കർത്താവ് നമ്മളെ അയക്കുന്ന ഒരു വലിയൊരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നീ എന്നെ, അതാ 18ാമത്തെ വാക്യത്തിൽ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ അത് എന്നെക്കുറിച്ച് ആ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അത് പേഴ്സണലായിട്ട് എടുക്കാൻ നോക്കൂ. നമ്മളെ ഇവിടെ കറ്റാനത്തേക്ക് ദൈവം അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഏവൂരേക്കോ രാമപുരത്തേക്കോ മുട്ടത്തേക്കോ കുളങ്ങരയിലേക്കോ കരുനാഗപ്പള്ളിയിലേക്ക്, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ, അവിടെ കൊയിലാണ്ടിയിലോട്ട്, പിന്നെ എവിടെ വേറെ ഏതെങ്കിലും അടൂരേക്ക്, കോതമംഗലം, തട്ടേക്കാടോ, അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ അവിടെ ആക്കി വെച്ചിരിക്കുക, അവിടെ അയച്ചിരിക്കുക. അവിടെയുള്ള അവിടെ അനേകർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട്. അതാ നമ്മൾ 18ാമത്തെ വാക്യത്തിൽ, നീ എന്നെ ലോകത്തിൽ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഐ ഹാവ് സെൻഡ് ദം, ഐ ഓൾസോ ഹാവ് സെൻഡ് ദം ഇൻ ടു ദ വേൾഡ്, ഐ ഹാവ് ഓൾസോ അപ്പോസ്റ്റലോ. കർത്താവ് ഈ 11 അപ്പോസ്റ്റലന്മാരെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ അവരിൽ കൂടെ വചനം കേട്ട് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ നമ്മളെല്ലാവരെയും കർത്താവ് അതുപോലെ അയച്ചിരിക്കുക. നമുക്ക് അപ്പോസ്തലികമായിട്ടുള്ള വലിയ കോളിങ് കാണത്തില്ല, അത് ഏറ്റവും വളരെ ചുരുക്കം പേർക്ക് അപ്പോസ്തലികമായിട്ടുള്ള ഒരു ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ നമ്മളെയും കർത്താവ് വലിയൊരു ദൗത്യത്തോടെ ഒരു അംബാസിഡറായിട്ട്, ഇപ്പം തന്നെ ഇസ്രയേലിലെ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നപ്പം ഇസ്രയേലിന്റെ അംബാസിഡർമാർക്ക് ഇന്ത്യയിലോ എവിടേക്കോ ഒരു സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ വാർത്ത കണ്ടു. എന്നുവെച്ചാൽ ആ അംബാസിഡർമാരെന്ന് പറഞ്ഞാൽ അവർ മോശക്കാരല്ല, ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് നമ്മൾ സ്വർഗത്തിന്റെ അംബാസിഡേഴ്സ് ആകുമ്പം നമ്മളെ ദൈവം എത്രയധികം സുരക്ഷയോടെ, എത്രയധികം കാവലോടെ, ദൂതസംഘം നമ്മളെ വരവേൽക്കാനായിട്ട് അന്ന് ഒരുങ്ങി നിൽക്കുന്നെന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നും ദൈവത്തിന്റെ ദൂതന്മാര്, മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് എന്നാണ്, സേവകാത്മാക്കൾ എന്നാണ് എബ്രായർ 1-ാം അധ്യായത്തിന്റെ 14ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ദൈവം നമ്മളെയും എത്രയധികം സംരക്ഷിക്കുകയും നമ്മൾ എത്ര ഒരു വലിയൊരു മാന്യതയുള്ള ഒരു പദവിയും വലിയൊരു കാര്യവും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നേ. കർത്താവ് നമ്മളിപ്പം വേറെ നമ്മൾ ചിലപ്പം പലരെയും കാണുന്നു, കണ്ടുമുട്ടുന്നു, ചില ഫങ്ഷൻസിന് പോകുന്നു, അല്ലെങ്കിൽ കടയിൽ പോകുന്നു, അല്ലെങ്കിൽ പലരോടും നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു. അവിടെ എല്ലാം കർത്താവെ അവിടുത്തെ സൗരഭ്യവാസനയായിട്ട്, അവിടുത്തെ അവിടുന്ന് അയച്ചവരായിട്ട്, അവിടുത്തെ അംബാസിഡേഴ്സായിട്ട്, അവിടുത്തെ സ്ഥാനപതികളായിട്ട് യേശുവിനെ പിതാവ് അയച്ചതുപോലെ തന്നെ നമ്മൾ ആ വാക്യമൊക്കെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. യേശു പറയുന്നൊരു കാര്യമുണ്ട്, പത്രോസിന് അമ്മായിമ്മയൊക്കെ സൗഖ്യമാക്കിയതിനു ശേഷം അവിടെ വലിയൊരു പുരുഷാരൊക്കെ വന്ന് പിറ്റേ ദിവസം എല്ലാവരും അന്വേഷിക്കുമ്പോഴും കർത്താവ് പിതാവിൽ നിന്ന് കേട്ട് പറയുകയാണ്, എനിക്കിവിടെ അല്ല, വേറെ പലയിടങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഇതിനായിട്ടല്ലോ എന്നെ പിതാവ് അയച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കർത്താവ് താൻ അയക്കപ്പെട്ടവനാണ് പിതാവിനെ അയച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വീണ്ടും വചനത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ഈ 17ാം അധ്യായത്തിൽ തന്നെ 3ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? നിത്യജീവൻ എന്താന്നുള്ളതിന്റെ ഡെഫിനിഷനാണ്. പക്ഷെ അവിടെയും പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഏകസത്യമായ ദൈവം നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം യേശുവിന് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാനൊരു അയക്കപ്പെട്ടവനാണ്. അത് യേശുവിന് മാത്രമല്ല, അപ്പോസ്തലന്മാരും അത് തന്നെയാണ് പറയുന്നത്. ആസ് ആൻ അപ്പോസ്റ്റൽ സെൻഡ് ബൈ ഗോഡ്. നമ്മൾ ഈ ഓരോ സുവിശേഷങ്ങൾ വായിക്കുമ്പം നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നതിന് ഇങ്ങനെ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലും അല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് എഴുതുന്നു. ആസ് ആൻ അപ്പോസ്റ്റൽ നോട്ട് സെൻഡ് ഫ്രം മെൻ നോർ ത്രൂ ദ ഏജൻസി ഓഫ് മാൻ ബട്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഈ അപ്പോസ്റ്റലായി ഞാനെന്ന് താൻ പറയുമ്പം അപ്പോസ്റ്റലാന്നൊക്കെ പറഞ്ഞാൽ പോരെ, പക്ഷെ അത് മനുഷ്യനാലോ ഒന്നും അല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് യേശുവിനാൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു ബോധ്യത്തോടെ ആണ്, ആ ഒരു ആത്മീയ അധികാരത്തോടാണ് പൗലോസ് തന്നെ ശുശ്രൂഷ ചെയ്തത്, ആ ഒരു അംബാസിഡേഴ്സ്. അപ്പം നമ്മളുടെ ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലും കർത്താവിനാൽ അയക്കപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരത്തേക്കും കർത്താവിൻ്റെ സാക്ഷികളായിട്ട്, അതാ നമ്മളെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ യൂട്യൂബിലൊരു ടോപ്പിക് ഇട്ടപ്പം വചനത്താൽ കഴുകപ്പെട്ട് യേശുവിൻ്റെ സ്ഥാനപതികളായി ഉള്ളൊരു ടോപ്പിക്ക് നമ്മൾ ഇട്ടതെന്ന് വെച്ചാൽ, വചനത്താൽ കഴുകപ്പെടുമ്പോഴാണ് നമ്മൾ വേണ്ടവണ്ണം കർത്താവ് അയക്കപ്പെട്ടവരായിട്ട്, കർത്താവിൻ്റെ സ്ഥാനപതികളായിട്ട്. ഇപ്പം ഈ കർത്താവിൻ്റെ സ്ഥാനപതികളായിട്ട് ഇപ്പം നമ്മൾ IFS എന്ന് പറയുന്നത്, അവര് ഈ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ പാസ്സായിട്ട് അവർക്ക് കുറെ ട്രെയിനിങ് ഉണ്ട്. കുറെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാൽ അവർ IFSന്റെ അവർക്ക് അതിന്റെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ കർത്താവ് നമ്മളെ സ്ഥാനപതികളായിട്ട് വിളിച്ചിരിക്കുക, പക്ഷെ നമുക്ക് ചില ട്രെയിനിങ്
കാര്യങ്ങൾ. അത് ഈ ട്രെയിനിങ് ആയി 17ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ വാക്യത്തിൽ അംബാസിഡേഴ്സായിട്ട് അയക്കും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്ഥാനപതികളായിട്ട് അയക്കും. എന്നാൽ അതിനു മുമ്പ് നടക്കേണ്ട ഒരു കാര്യം എന്താ? നീ എന്നെ ലോകത്തിലെ 17ാമത്തെ വാക്യത്തിൽ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ആ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടാണ് നമ്മൾ അയക്കപ്പെടേണ്ടത്. കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ദിവസവും കർത്താവിൽ നിന്നുള്ളൊരു വചനത്താലുള്ളൊരു കുളി, പിന്നെ വേണ്ടുന്നിടത്തൊക്കെ കാലൊക്കെ കഴുകി, അങ്ങനെ കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു, കർത്താവിൻ്റെ രക്തത്താൽ നിർമ്മല മനസാക്ഷിയോടെ, എന്നാൽ അതിലുപരി കർത്താവിൻ്റെ വചനത്താൽ കഴുകപ്പെട്ട് കർത്താവിൽ നിന്ന് കേട്ട് ഓരോ സമയത്തും കർത്താവ് അവിടത്തേക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ളേ, ചിലപ്പോൾ നമ്മുടെ ജോലിയുടെ ഇടയിലൊക്കെ ആയിരിക്കും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു കർത്താവിനെ കേൾക്കുന്ന ഒരു സ്വഭാവം, ആസ് മച്ച് ആസ് പോസിബിൾ ആത്മാവിൽ നമ്മൾ ജോലിയുടെ ഇടയിൽ തന്നെയും അവിടെയും ജോലി സ്ഥലത്തും ഞാൻ എൻ്റെ കാന്തന്, എൻ്റെ മണവാളിന് അവൻ എൻ്റെ സ്നേഹം നൽകൂ എന്ന് പറയുന്നൊരു വാക്യം നമുക്കറിയാം. ഉത്തമഗീതത്തിൽ ആ വാക്യം നമ്മൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. 7-13 വാക്യം ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കുവാണെങ്കിൽ, ഉത്തമഗീതത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ആ ജോലിയുടെ ഇടയിൽ നമുക്ക് വചനത്താലൊരു കഴുകപ്പെടലുണ്ട്. നമ്മൾ ചിലപ്പം ഓഫീസിലായിരിക്കും, അടുക്കളയിലായിരിക്കും, ഹോസ്പിറ്റലിലായിരിക്കും, വേറെ പലയിടങ്ങളിൽ യാത്രയിലോ ജോലിയിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനിടയിലും അവിടെ എന്ത് ചെയ്യാനൊക്കും? കർത്താവിനോടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ളൊരു എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുകയും സാധിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യം ഞാനീ പറയുന്നത്. 7-12 വാക്യം, ഉത്തമഗീത 7-12 11ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ എൻ്റെ പ്രിയനുള്ളവർ, അവന്റെ ആഗ്രഹം എന്നോടാകുന്നു, പ്രിയ വരിക, നാം വെളിമ്പ്രദേശത്തേക്ക് പോവുക. ഉത്തമഗീത 7-12 11-12 നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം. അപ്പം വലിയ ശുശ്രൂഷയൊക്കെ ചെയ്യുക കർത്താവിന് വേണ്ടി, മണവാളിന് വേണ്ടി. മണവാളിന്റെ കൂടെ പോയി പല കാര്യങ്ങളും ചെയ്യുന്നു. അധികാരത്തെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി, മലയാളത്തിൽ 13ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 12ാമത്തെ വാക്യം, മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. There I will give you my love. നമ്മൾ ജോലിയുടെ ഇടയിലും നമ്മൾ വേറെ ചിലപ്പം ആത്മീയമായിട്ടുള്ള ശുശ്രൂഷയായിരിക്കാം, ഭൗതികമായിട്ടുള്ള നമ്മുടെ ജോലി തിരക്കുകളായിരിക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ ഇടയിൽ അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും കർത്താവേ. കർത്താവിനോടൊന്ന് സംസാരിക്കാൻ, കർത്താവിനോടൊന്ന് സല്ലപിക്കാൻ, കർത്താവിനോടൊന്ന് ചാറ്റ് ചെയ്യുവാൻ, കർത്താവിനോടൊന്ന് കർത്താവിനോടൊന്ന് ചോദിക്കാൻ, കർത്താവെ അവിടത്തേക്ക് എന്താ എന്നോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഉറങ്ങിപ്പോവാതിരിക്കാൻ കർത്താവെ എന്നോട് ഒരു വാക്ക് എന്നോട് പറയണേ കർത്താവെ, എന്നെ ഉണർത്തണേ കർത്താവെ, എന്നെ ആത്മീയമായിട്ടൊന്ന് ഉണർത്തണേ കർത്താവെ, അങ്ങ് കർത്താവ് എന്നെ ഒന്ന് കഴുകണമേ. നമ്മൾ ചിലപ്പം ഫിസിക്കലി നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ വളരെ ടയേർഡായിരിക്കും. പക്ഷേ കർത്താവെ എനിക്കൊരു ബൂസ്റ്റ് എനർജി തരണേ കർത്താവെ. ബൂസ്റ്റ് എനർജി പറഞ്ഞാൽ ബോൺവിറ്റ എനർജി ഞാൻ ബൂസ്റ്റ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, എന്ന് ബൂസ്റ്റപ്പ് ചെയ്യണേ. അതായത് എനിക്കൊരു കർത്താവെ ഒരു റിഫ്രഷിങ് എനർജി തരണമേ. എൻ്റെ ആ ഒരു ഉറക്കച്ചവടൊക്കെ ഒന്ന് മാറ്റി എന്നെ ഒന്ന് ഫ്രഷ് ആക്കണം. എനിക്കൊന്ന് കർത്താവെ അവിടത്തേക്ക് എന്നോട് സംസാരിക്കാനുള്ള എനിക്ക് കേൾക്കണം. അങ്ങനെ കഴുകപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ സ്ഥാനപതികളായിട്ട് നമ്മളെ ദൈവം അയക്കുന്നിടങ്ങളിൽ നമുക്ക് ശോഭിക്കാനൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 19ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുക, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിന് വിശുദ്ധീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കർത്താവിൽ പാപം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം വിശുദ്ധീകരിക്കുന്നു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട്, വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹഗിയാത്സോ എന്നുള്ള ആ പദത്തിന്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്. ഹഗിയാത്സോ എന്നുള്ള ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെപ്പറേറ്റ്, സെറ്റ് അപ്പാർട്ട് എന്നുള്ളതാണ്. അപ്പം വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സാങ്ക്ടിഫൈ എന്ന് പറയുമ്പോൾ അവിടെ സെറ്റ് അപ്പാർട്ട്. പല കാര്യങ്ങളിലും യേശു കർത്താവില് നമുക്കറിയാം, കർത്താവ് പരിശുദ്ധാത്മാവിനെ ജനിച്ചു, കർത്താവിൽ ഒരു പാപവും ഇല്ലായിരുന്നു, പാപത്തിനൊരു ലാഞ്ചന പോലും ഇല്ലായിരുന്നു, കർത്താവ് നമ്മിപ്പോലും എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടെങ്കിലും കർത്താവിൽ പാപം ഇല്ലായിരുന്നു എന്നറിയാം. എന്നാൽ യേശു കർത്താവിന് പല കാര്യങ്ങളിലും പിതാവിന് വേണ്ടി ഒരു വേല തികയ്ക്കാനുണ്ടായിരുന്നു, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ശിഷ്യന്മാർക്ക് വേണ്ടി പല കാര്യങ്ങളും കർത്താവ് എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചു. പല ലോഫുൾ ആയിട്ടുള്ള പല അനുവദനീയമായ പല കാര്യങ്ങൾ ഇപ്പം എന്താണ് പറഞ്ഞേ, ചില സുഖലോലുപതയോ ചില കാര്യങ്ങളോ ഒക്കെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ചില സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായിട്ട് സമയം ചെലവഴിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് കൂടുതൽ പ്രയോജനപ്പെടാനായിട്ടോ ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചില ടൈം, നമ്മളുടെ സമയത്തിൻ്റെ ചില കാര്യങ്ങൾ, നമ്മളുടെ നമ്മളെ റിസോഴ്സസ്, ഇപ്പം തന്നെ അജിബേറാണെങ്കിൽ പോയി അവിടെ ജഗബേറിനെയും സിസ്റ്ററെ അവിടെ എല്ലാവരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ഒരു എക്സ്ട്രാ മൈലൊക്കെ പോയി എടുത്തുകൊണ്ട് വരുമ്പോൾ അവിടെ ഒരു നമുക്ക് അപ്പം ബ്രദർ ചെയ്തില്ലെങ്കിലും അവിടെ പാപമൊന്നുമില്ല. പക്ഷെ ബ്രദർ ചില കാര്യങ്ങൾ അത് സെറ്റപ്പാർട്ട് ചെയ്യുമ്പോൾ
അതാ ചില കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാതിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഹൃദയത്തിൽ ദൈവം നമുക്കൊരു ഭാരം തരുന്നൊരു കാര്യം നമ്മളത് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വി ആർ സെറ്റിംഗ് അപ്പാർട്ട് ഫോർ ദ ലോഡ്സ്, സെറ്റിംഗ് അവർസെൽസ് അപ്പാർട്ട് ഫോർ ദ ലോഡ്സ് വർക്ക്. അതാ നമ്മൾ 19ാമത്തെ വാക്യത്തിൽ അവരും അതിനുവേണ്ടി എന്തിനു വേണ്ടി ഫോർ their sake I sanctify myself that they themselves also may be sanctified in truth. അവർ ഈ സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന്, അവർ യഥാർത്ഥത്തിൽ സാക്ഷാൽ ഈ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതായത് യഥാർത്ഥത്തിലൊരു ആത്മീയ ശുശ്രൂഷ ഉള്ള ഒരാൾക്ക് ഉള്ള ഒരു വെല്ലുവിളിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും ഇപ്പം ആത്മീയ ശുശ്രൂഷ എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് നമുക്കൊരു ആത്മീയ ശുശ്രൂഷ നമുക്ക് എന്താണ് പറയുന്നത്, പല കാര്യങ്ങളും ഇപ്പം തന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഉറക്കം വളച്ച്, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളൊരു എക്സ്ട്രാ മൈൽ പോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമോ, അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമോ, കാര്യങ്ങളുമൊക്കെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മക്കൾക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കുന്നു. നമുക്കറിയാം, മാതാപിതാക്കളായിട്ടുള്ള നമുക്ക് എസ്പെഷ്യലി അമ്മമാർ ചിലപ്പോൾ അവർ ഉറക്കം തന്നെ വേണ്ടെന്ന് വെച്ച് കൊച്ചുങ്ങളെ നോക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാനും ബാക്കി പല കാര്യങ്ങൾക്കായിട്ടൊക്കെ അവർ എന്ന് പറയുന്നത് പോലെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി സെറ്റ് അപ്പാർട്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സ്ട്രാ സമയമില്ല എങ്കിൽ പോലും ഒരു സമയം കണ്ടെത്തി പല കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ കർത്താവ് ഉത്സാഹിച്ചു എന്നുള്ള കാര്യം. കർത്താവിന് ശിഷ്യന്മാരോട് വേണമെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ കർത്താവിന് ഒട്ടും സമയം ഉണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ ശിഷ്യന്മാരോട് കുറച്ച് സമയം ഒന്ന് അതുപോലെ ബാക്കിയുള്ളവരോട് ഒത്തിരി പ്രസംഗവും ഒത്തിരി രോഗസൗഖ്യവും ഒക്കെ കഴിഞ്ഞിട്ട് കർത്താവിന് ശിഷ്യന്മാരുമായിട്ട് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ടൈമൊന്നും കിട്ടാൻ ചില ദിവസങ്ങളിൽ ഒട്ടും സമയം കാണത്തില്ലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും കർത്താവ് എങ്ങനെയെങ്കിലും ബാക്കിയുള്ള ഭക്ഷണം പോലും കഴിക്കാതെ ചിലപ്പോൾ കർത്താവ്, അതായത് നമ്മളെ മർക്കോസ് 3:21 ഭക്ഷണം പോലും കഴിക്കാതെ ആൾക്കാരെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ കർത്താവിൻ്റെ ബന്ധുക്കൾ ഇവനെ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി എന്നൊക്കെയാ അവിടെ മർക്കോസ് 3:21 അവന് ഔട്ട് ഓഫ് സെൻസസ് ആണെന്ന് അവർ പറയുന്നതായിട്ടൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം അതുപോലെ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി കുറച്ച് സമയം കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ബാക്കി പല കാര്യങ്ങളൊക്കെ കർത്താവ് വേണ്ടെന്ന് വെച്ച് അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊന്ന് തിരുത്താൻ, ചിലപ്പോൾ അവരൊന്ന് ശാസിക്കാൻ, ചിലപ്പോൾ അവരൊന്ന് എൻകറേജ് ചെയ്യാൻ, ചിലപ്പോൾ അവരൊന്ന് ഉത്സാഹിപ്പിക്കാൻ കർത്താവ് അതിനായിട്ട് സമയം ചെലവഴിച്ചു. അതാ നമ്മളവിടെ 19ാമത്തെ വാക്യത്തിൽ അവർ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഞാൻ എന്നെ തന്നെ സെറ്റപ്പാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക അവിടെ ഈ 20ാമത്തെ വാക്യത്തിൽ നമ്മളെല്ലാവരും വരുന്നത് കർത്താവ് 11 ശിഷ്യന്മാർക്ക് വേണ്ടി അതെല്ലാം ചെയ്തു, ഇവർ യുദാസിന് വേണ്ടിയും ചെയ്തു, പക്ഷേ യുദാസ് അത് ഏറ്റെടുത്തില്ല. എന്നാൽ 20ാമത്തെ വാക്യത്തിൽ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ആ അപ്പോസ്തലന്മാരാൽ പിന്നീട് വന്ന പൗലോസ് യുദാസിന് പകരമായിട്ട് വേറൊരു ആളെ അപ്പോസ്തല 1-ാം അധ്യായത്തിൽ തിരഞ്ഞെടുത്തെങ്കിൽ പോലും അത് എത്രമാത്രം ദൈവത്താൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് അത്ര വായിക്കുന്നില്ല. എന്നാൽ പൗലോസിനെ അതുപോലെ അപ്പോസ്തലിക ശുശ്രൂഷയിലേക്ക് യുദാസിന് പകരുന്നവണ്ണം ദൈവം റീഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പൗലോസിന്റെയും ബാക്കിയുള്ള അപ്പോസ്തലന്മാരുടെയൊക്കെ വചനങ്ങൾ കേട്ടാണ് ഇപ്പൊ തോമസ്, അതിലെ ഒരാളാണ് തോമസ്. ആ തോമസാണ് ഇവിടെ കേരളത്തിൽ വന്ന് തോമസിന്റെ വചനങ്ങളാലാണ് കേരളക്കരയിൽ അനേകര് വിശ്വാസത്തിലേക്ക് വന്നത്. പിന്നെ നമുക്ക് ഈ സുവിശേഷം നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ യോഹന്നാന്റെയും ഇപ്പൊ തന്നെ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. അപ്പൊ യോഹന്നാന്റെ വചനങ്ങള്, പൗലോസിന്റെ, പത്രോസിന്റെ, മർക്കോസ്, മത്തായി, അതുപോലുള്ള സുവിശേഷങ്ങൾ അവരുടെ എല്ലാം വചനത്താൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. 20 കർത്താവ് അനേകർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു കാണും. എന്നാൽ കർത്താവ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്താ? 11 ശിഷ്യന്മാർക്ക് വേണ്ടി, അവരെ കൂടെ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ ആ ഒരു സഭയ്ക്ക് വേണ്ടി, അതും ഹോൾ ഹാർട്ടഡ് ആയിട്ട് അവരെ പോലെ 11 ശിഷ്യന്മാരെ പോലെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് അവര് എല്ലാം വിട്ടെറിഞ്ഞ് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അവരെ പോലെ പൂർണ്ണ ഹൃദയത്തോടെ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവിന്റെ ആ ഒരു ഹൃദയഭാരം. എന്നിട്ട് 21ാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവ് ആ ഒരു ഐക്യത്തിന്റെ കാര്യം 11ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് അതേ കാര്യം തന്നെ അവർ ഒന്നാകണം എന്ന് പറയുന്ന ആ കാര്യം തന്നെ നമ്മൾ 21ാമത്തെ വാക്യത്തിലും വായിച്ചു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്, യേശുവിനെ പിതാവ് അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാന് അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവ്. ഇത് കുറച്ച് വലിയ സെന്റൻസസ് ഒക്കെ ആകുമ്പോൾ നമ്മളത് നിർത്തി വായിച്ചാലേ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. എന്താ കർത്താവ് പറയുന്നതെന്ന് വെച്ചാൽ 21ാമത്തെ വാക്യത്തിൽ ഞാൻ ഇവരിൽ കൂടെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. എന്താ പ്രാർത്ഥിക്കുന്നത്? ദാറ്റ് ദേ മേ ഓൾ ബി വൺ, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. അപ്പൊ അത് കർത്താവ് പറയും 21ാമത്തെ വാക്യത്തിൽ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുവാനും. ലോകത്തിലുള്ളവര് അനേകര് കർത്താവിനെ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്.
ലോകം വിശ്വസിക്കുവാനായിട്ട്, ലോകം വിശ്വസിക്കണമെങ്കിൽ എന്താവണം? അവരെല്ലാവരും ഒന്നാകേണ്ടതിന് അവരെല്ലാവരും ഒരുമിച്ച് യേശു ശിഷ്യന്മാരോട് തന്നെ പറയുന്ന ഒരു കാര്യം നമുക്ക് യോഹന്നാൻ 13 അധ്യായത്തിന്റെ 33, 34 നമുക്കറിയാം. എന്താ പറയുന്നത് കർത്താവ് അവിടെ? എപ്പോഴാണ് ലോകം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാന്ന് അറിയുന്നേ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് കർത്താവ് അവിടെ പറയുന്നത്. അതിന്റെ 35 വാക്യത്തിൽ, യോഹന്നാൻ 13:35, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മൾ അതുപോലെ ആ ഒരു ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹം, ആ ഒരു അഗപ്പേ സ്നേഹം, നിർവ്യാജമായിട്ടുള്ളൊരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തമ്മിൽ ഉണ്ടാവുമ്പം ക്രിസ്തുവിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം നമ്മളെ അറിയും. അവരെല്ലാം ഒന്ന്, അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും, അവർ തമ്മിലുള്ള ഒരു ആത്മാർത്ഥത കാണുമ്പം, ഇപ്പം തന്നെ അവിടെ അനില് അവിടെ അവിടെ ഈ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ഇത്രയും ആത്മാർത്ഥതയോടെ ചെയ്യുമ്പം ഓഫ്കോഴ്സ് അവിശ്വാസികളായിട്ടുള്ള എൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പിലും ബാക്കി പലരുടെ മുമ്പിൽ അതൊരു വലിയ സാക്ഷ്യമാണ്. എന്ന് വെച്ചാൽ ഇവര് ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം വിശ്വസ്തയുടെ കാര്യങ്ങളും എല്ലാം ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നേ. അപ്പം അവർ തമ്മിലുള്ള ഒരു സ്നേഹവും കൂട്ടായ്മയും കാണുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് അതൊരു വലിയ സാക്ഷ്യമാണ്. അതാ കർത്താവ് പറയുന്നത്, അവർ ഒന്നാകണം. അതാ 21 വാക്യം നമ്മൾ യോഹന്നാൻ 17:21 വരുമ്പം, നീ എന്നെ അയച്ചിരിക്കുന്ന ലോകം വിശ്വസിക്കുവാന് അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ. പിതാവ് യേശുവിലും യേശു പിതാവിലും. അതായത് യേശു പിതാവിലും എന്ന് പറയുമ്പോൾ എൻ്റേതായിട്ടുള്ളതെല്ലാം പിതാവെ അങ്ങയുടേതാണെന്ന 10 വാക്യത്തിൽ നമ്മൾ വായിച്ച്. അപ്പം യേശു തന്നെ സമ്പൂർണ്ണമായിട്ടും ഒരു വട്ടപൂജ്യമായിട്ട് പിതാവിൻ്റെ മുമ്പിൽ അങ്ങ് താഴ്ത്തി സമർപ്പിച്ചു. അപ്പം പിതാവിൽ അങ്ങ് യേശു അങ്ങ് ഒന്നുമില്ലാതായിട്ട് തീർന്നു, എന്നെ തന്നെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും തരുന്നു എന്ന് പറഞ്ഞ്. അപ്പം പിതാവ് എന്ത് ചെയ്തു? പിതാവ് തൻ്റെ സകല സമ്പൂർണ്ണതയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് യേശുവിൽ കൊണ്ടുവന്ന് അങ്ങ് നിറച്ചു. അപ്പം യേശു പിതാവില്, പിതാവ് യേശുവില്. അതേ ഒരു സമർപ്പണത്തിന്റെ കാര്യം കർത്താവ് തന്നെ പല ആവർത്തി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. യോഹന്നാൻ 14 അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 10 വാക്യത്തിലേക്ക് കർത്താവ് അത് പറയുന്നുണ്ട്. എന്താ? യോഹന്നാൻ 14:10 വാക്യത്തില്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു. ഞാൻ പിതാവിലാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സ്വന്തം ഇഷ്ടത്തിൽ അങ്ങ് വസിക്കുന്നില്ല, ഞാനൊരു പിതാവിലാണ് വസിക്കുന്നത്. ഞാൻ എൻ്റെതായിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ എന്നെ തന്നെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിച്ചിരിക്കുന്നു, പിതാവിൽ അങ്ങ് സമർപ്പിച്ചിരിക്കുന്നു. അപ്പം പിതാവ് തൻ്റെ ആത്മാവിനാൽ തന്നെ അങ്ങ് നിറച്ച്, പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുവിൽ വസിക്കുക. അതാ 10 വാക്യം യോഹന്നാൻ 14:10 നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് 11 വാക്യത്തിൽ അതേ കാര്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവിൻ എന്നുള്ളൊരു കാര്യം അവിടെ 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് കത്തുന്നതെന്ന് ചോദിച്ചാൽ 20 വാക്യം, യോഹന്നാൻ 14 അധ്യായത്തിന് 20 വാക്യം. നമ്മൾ പണ്ട് ഈ വാക്യങ്ങളൊക്കെ കണ്ടതാ. എപ്പോഴാ മനസ്സിലാവുന്ന വെച്ചാൽ അന്നാളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാ? പരിശുദ്ധാത്മാവ് വരുന്ന നാളിൽ. പരിശുദ്ധാത്മാവ് നമ്മളിലൊന്ന് നിറയുമ്പോഴാണ് യേശു പിതാവിലും പിതാവ് യേശുവിലും വസിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളൊരു കാര്യം മാത്രമല്ല, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്നറിയും. അന്നാണ് യേശു പിതാവിലും പിതാവ് യേശുവിലും മാത്രമല്ല, നമ്മളും യേശുവിലാണെന്നും യേശു നമ്മളിലാണെന്നും വെച്ചാൽ അതുപോലൊരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം. നമ്മൾ യേശുവിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് യാഗം കഴിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ എല്ലാം ആകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ തിരശ്ശീലയും ചീന്തി അതിവിശുദ്ധ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ആ സ്വർഗസിംഹാസനത്തിൽ നമ്മളായിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാ നമ്മളിൽ വന്ന് നിറഞ്ഞ് യേശു നമ്മളിലൂടെ ജീവിക്കുന്നു, യേശു നമ്മളിലൂടെ ചിന്തിക്കുന്നു, യേശു നമ്മളിലൂടെ കാണുന്നു, യേശു നമ്മളിലൂടെ കേൾക്കുന്നു, യേശു നമ്മളിലൂടെ ജീവിക്കുന്നു, യേശു നമ്മളിലൂടെ ചിന്തിക്കുന്നു, യേശു നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കർത്താവ് 15 അധ്യായത്തിൽ കുമ്പിൻ്റെയും മുന്തിരിവള്ളിയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് 4 വാക്യത്തിൽ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നുള്ളൊരു കാര്യം. നമ്മൾ കർത്താവിൽ വസിക്കുമ്പോഴാണ് കർത്താവിന് നമ്മളിൽ വസിക്കാൻ ഒക്കുന്നത്. അവിടെ ഗലാത്യർ 2:20 പൗലോസ് പറയുന്നത് പോലെ ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നതെന്ന് ഗലാത്യർ 2:20 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എൻ്റെ ഇഷ്ടമില്ല, ഞാൻ എൻ്റെ സ്വയത്തിന് ഞാനങ്ങ് മരിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞ് ഇനിയിപ്പോൾ എന്നിൽ ആരാ ജീവിക്കുന്നേ? ഞാനല്ല ജീവിക്കുന്നേ, യേശു കർത്താവാണ് ജീവിക്കുന്നേ. അത് പൗലോസ് യേശുവിൽ അങ്ങ് ക്രൂശിക്കപ്പെട്ട് അങ്ങ് ഇല്ലാതാവുന്നു.
യേശു പൗലോസിൽ വന്നങ്ങ് നിറഞ്ഞ് പൗലോസിൽ യേശു ജീവിക്കുന്നു. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിൽ ഇത് ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെയൊന്നും പെരുമാറാൻ പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ശരിക്കും യേശുവാണ്. ചിലർ ഇങ്ങനെ ജെന്റിൽ ആൻഡ് കമ്പാഷനേറ്റ് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും പറയാം, എനിക്കറിയാം ഐ ഡു നോട്ട് ഡിസേർവ് എനിത്തിങ്. ഞാൻ എൻ്റേതായിട്ടുള്ള സംഭവമൊന്നും അല്ലത്. ഇത് കർത്താവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കർത്താവ് പറയുന്നത്. അപ്പോൾ ഒരാളത് എന്തോ എഴുതിയിട്ട് പറഞ്ഞ് ഡോക്ടറെ അത് എനിക്ക് അത്ര കൂടുതലൊന്നും എഴുതാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറയൂ എനിക്ക് ഐ ഡു നോട്ട് ഡിസേർവ്, എനിക്ക് ഇത്രയൊന്നും അങ്ങനെ തോന്നാനായിട്ട് എനിക്ക് തന്നെ തോന്നുന്നില്ല. അത് പക്ഷേ ഞാൻ ഓണസ്റ്റായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയാം എന്നെ വെച്ചാൽ എൻ്റേതായിട്ടുള്ളതൊന്നും അല്ല, മറിച്ച് യേശു എന്നിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ വന്ന എന്തെങ്കിലും ഒരു സ്നേഹമോ മനസ്സിലോ സൗമ്യതയോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ എൻ്റേതായിട്ടുള്ളതെല്ലാം ജഡത്തിൻ്റെതായിട്ടുള്ള ഒരു അശുദ്ധി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പം അതാ യേശു അങ്ങനെ ജീവിച്ചത്. യേശു പിതാവിലും പിതാവ് യേശുവിലും ജീവിച്ചു. അതാ നമ്മളിപ്പം അതാ കർത്താവിൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഒന്നാകണമെങ്കിൽ എന്താ അവിടെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. യോഹന്നാൻ 17:21 കർത്താവിൻ്റെ ഒരു വലിയ ഭാരമാണ് നമ്മളവിടെ വായിക്കുന്നത്. നമുക്കത് വെറുതെ അങ്ങ് വായിച്ചു പോവാം. പക്ഷേ കർത്താവ് അത് ഹൃദയഭാരത്തോടെ പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. എനിക്ക് വേണ്ടി എൻ്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും തന്ന എൻ്റെ പ്രാണനാഥൻ എനിക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എനിക്ക് വെറുതെ ഇരുന്നങ്ങ് വായിച്ചു പോവാം, എനിക്ക് വെറുതെ പാതി ഉറക്കത്തിലിരുന്ന് കേട്ട് കളയാം. എന്നാൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്താ, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവണം. എനിക്കതൊരു വെളിപ്പാടായിട്ട് ലഭിക്കണം. നമുക്ക് വെറുതെ അങ്ങ് വായിച്ച് എനിക്ക് മനസ്സിലായി എന്ന് പറയാം. പക്ഷേ നമ്മളുടെ ഒരു അനുഭവമായിട്ട് അതായി തീർന്നിട്ടുണ്ടോ? അതാ നമ്മൾ 21-ാമത്തെ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുവാണെങ്കിൽ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാനായിട്ട്, യേശുവിനെ പിതാവ് അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ അവരെല്ലാവരും, ഈ ശിഷ്യന്മാരെല്ലാവരും ഒന്നാകണം. പിതാവേ നീ എന്നിലും, അതായത് പിതാവ് യേശുവിൽ വസിക്കുന്നു, യേശു പിതാവിൽ വസിക്കുന്നു, ഞാൻ നിന്നിലും ആകുന്നത് പോലെ, അതുപോലെയുള്ള യേശു പിതാവിലും പിതാവ് യേശുവിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്. അതുപോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ, അവരും അതുപോലെ നമ്മിൽ പൂർണ്ണ സമർപ്പിതരായിട്ട് അവരും ഒരു സീറോവായിട്ടായിത്തീരണം. അപ്പോഴാണ് യേശുവിനും പിതാവിനും നമ്മളുടെ ഉള്ളിൽ വസിക്കാൻ സാധിക്കുന്നത്. അതാ നമ്മളിവിടെ 21-ാമത്തെ വാക്യം ഇംഗ്ലീഷും കൂടെ വായിക്കുക. ദേ മേ ഓൾ ബി വൺ ഈവൻ ആസ് യു ഫാദർ ആർ ഇൻ മീ ആൻഡ് ഐ ഇൻ യു ദാറ്റ് ദേ ഓൾസോ മേ ബി ഇൻ അസ്. അവരും നമ്മളിലാകണം. എപ്പോഴാണ് നമ്മൾ യേശുവിലും പിതാവിലും ആവുന്നത്? എപ്പോഴാണ് നമുക്ക് യേശുവിലും പിതാവിലും വസിക്കാൻ സാധിക്കുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജഡത്തിൽ തന്നെ വസിക്കുന്നവരാണ്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ വസിക്കുന്നവരാണ്. അതായത് ദേഹിയുടെ തലത്തിലും ദേഹത്തിൻ്റെ തലത്തിലും, അതായത് നമ്മളുടെ മനസ്സും യുക്തിയും ചിന്തകളും പോലെയൊക്കെ അങ്ങ് നമ്മളുടെ ദേഹത്തിൻ്റെ ചോദനകൾ പോലെ ജീവിക്കുന്നവരാണ് നമ്മൾ സ്വാഭാവിക മനുഷ്യർ. എന്നാൽ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ. പല ഈ അടുത്ത സമയത്തും ഞാൻ ഒത്തിരി മാസങ്ങളായിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ തന്നെ അത് കുറച്ചുകൂടി ചില മുനിസിപ്പാലിറ്റിയുടെ കെട്ടിട നമ്പറുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ച് അവരുടെ പല പ്രോസസ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞാൻ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, ഞാൻ ആ പാട്ടും പാടി, നിൻ വഴി നാഥ ആയിടട്ടെ, ഹാവ് ദൈൻ ഓൺ വേ ഓ ലോർഡ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും എത്ര വലിയൊരു സ്വസ്ഥതയാണ്. ശരിയാണ്, നമ്മൾ ചില കാര്യങ്ങൾ അവർ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, അത് ഇന്നത് ചെയ്യണം, അവർ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരണം, അത് ശരിയാണ്, നീതിപരമായിട്ട് നമുക്ക് പൗരൻ എന്ന നിലയിൽ പറയേണ്ട കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ അങ്ങനെ നടക്കാതിരിക്കുമ്പം ദൈവം അനുവദിച്ചു, പിതാവ് അനുവദിച്ചു, കർത്താവേ എൻ്റെ ഇഷ്ടം പോലൊന്നും വേണ്ട, എൻ്റെതായ ചില എക്സ്പെക്ടേഷൻസ്, എൻ്റെതായ ചില പ്രതീക്ഷകൾ, ചില അൺറിട്ടൺ ഡിമാൻഡ്സ്, ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കും, നമ്മുടെ ഭാര്യയെക്കുറിച്ചായിരിക്കും, ഭർത്താവിനെക്കുറിച്ചായിരിക്കും, മക്കളെക്കുറിച്ചായിരിക്കും ചില പ്രതീക്ഷകളും ചില ഡിമാൻഡുകളും ഒക്കെ. അവരിങ്ങനെ പെരുമാറണം, അവരങ്ങനെ പെരുമാറണം. പക്ഷെ നമുക്ക് നമ്മളുടെ ആ സ്വയത്തിലുള്ള ഒരു പ്രതീക്ഷകളും ഡിമാൻഡുകളും പല കാര്യങ്ങളൊക്കെ ഉള്ളിടത്തോളം കാര്യം നമ്മൾ അസ്വസ്ഥരായിരിക്കും. എന്നാൽ നമ്മളവിടെ കർത്താവിന് മുമ്പാകെ, കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, ഞാനങ്ങ് മരിക്കുന്നു കർത്താവേ, ഐ ജസ്റ്റ് ഡൈ ടു ദിസ് ലോർഡ്, യു ഫിൽ മീ. അങ്ങനെ ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ, ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നതാണ് ഞാൻ കർത്താവിൽ അങ്ങ് വസിക്കുന്നത്. ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു പറയുമ്പോൾ ആ സുവർണ്ണ അൾത്താരയിൽ ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ജഡമാകുന്ന എൻ്റെ സ്വയമാകുന്ന ആ തിരശ്ശീല അവിടെ ചീന്തപ്പെടുന്നു. ഞാൻ അതിപരിശുദ്ധ സ്ഥലത്ത്, അതായത് സ്വർഗസിംഹാസനത്തിലേക്ക്, സ്വർഗത്തിലുള്ള കർത്താവിൻ്റെ ആനന്ദ പരിപൂർണതയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ അതിനെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു.
ഏൽപ്പിക്കുന്നു. അതാണ് ഞാൻ കർത്താവിൽ വസിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൊന്ന് നിറയുന്നു. പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയുന്നതാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയുന്ന പറയുമ്പോൾ എന്താ, ഞാൻ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ദേഹത്തെയൊക്കെ അധികമായിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു ഇതിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു സ്വസ്ഥതയുണ്ട്, അവിടെ സമാധാനമുണ്ട്. ഞാൻ ഐ ഡൈ ടു മൈസെൽഫ്. അങ്ങനെ അവരും ആകണം എന്നുള്ളൊരു കാര്യം കർത്താവ് പറഞ്ഞു. ജസ്റ്റ് ദാറ്റ് ദേ മേ ഓൾസോ ബി ഇൻ us, സോ ദാറ്റ് ദേ ഓൾസോ മേ ബി ഇൻ us. നമ്മൾ അങ്ങനെ പിതാവിലും യേശുവിലും അങ്ങനെ വസിക്കണം. യേശു പിതാവിലും പിതാവ് യേശുവിലും വസിച്ചതുപോലെ അങ്ങനെ അവര് ഒന്നായിട്ട് നമ്മളിൽ വസിക്കണം. അങ്ങനെ ആവുമ്പോഴാ ലോകത്തിന് യേശുവിനെ അയച്ചത് പിതാവാണെന്നുള്ളൊരു കാര്യം, യേശുവാണ് സത്യദൈവം എന്നുള്ളൊരു കാര്യം അതുപോലെ നമ്മളൊരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മളായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് മനസ്സിലാവും? ഇവർ വിശ്വസിക്കുന്ന ദൈവമാണ് സത്യദൈവം. അതിലൊരു വ്യത്യാസമുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങൾ വെറും വളരെ അസാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ പറയുന്നത്. ഇവർ സാധാരണ എല്ലാ മതങ്ങളും അങ്ങ് ഒന്നാന്ന് പറയുന്ന ആൾക്കാരല്ല. ഇവർ വിശ്വസിക്കുന്നത് മാത്രം ഏകസത്യ ദൈവമാണ്, ഇതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, ഇവരുടെ ജീവിതത്തിൽ എന്തോ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാം. നമ്മൾ അതുപോലെ നാം കർത്താവിലും ദൈവമക്കൾ പരസ്പരവും ഒന്നാകുമ്പം നമ്മൾ നാം കർത്താവിനോട് ഒന്നാകണം. കർത്താവിനോട് ഒന്നാകുമ്പം കർത്താവിനോട് ഒന്നായ ദൈവമക്കളുമായിട്ട് ആ ഒരു അളവിൽ നമുക്ക് ഒന്നാവാനൊക്കും. അപ്പം അങ്ങനെ ആവുമ്പോൾ അങ്ങനെ നമ്മളുടെ തമ്മിലുള്ള ആ ഒരു സ്നേഹവും കൂട്ടായ്മയൊക്കെ കാണുമ്പം നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു ജീവൻ വെളിപ്പെടുന്നത് കാണുമ്പം ലോകക്കാർക്ക് മനസ്സിലാവും യേശുവിനെ ആരാ അയച്ചേ? പിതാവ് അയച്ചിരിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ നമ്മളും പിതാവിലും യേശുവിലും ആകണം. യേശുവും പിതാവ് ഒന്നായിരുന്നതുപോലെ നമ്മൾ യേശുവിലും പിതാവിലും ആവുമ്പോഴാണ് നമ്മളങ്ങനെ ഒന്നാകുന്നതിലൂടെ ദൈവമായിട്ട് നമ്മൾ ഒന്നാകുന്നു, പരസ്പരം സഹോദരങ്ങളുമായിട്ട് നമ്മൾ ഒരു സഭയാകുന്ന ശരീരമായിട്ട് ഒന്നാകുന്നു. അപ്പോഴാണ് ലോകക്കാർക്ക് മനസ്സിലാവുന്നത് ഇത് യേശുവിനെ പിതാവ് അയച്ചതാണ്. യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, യേശു ജീവനുള്ള സത്യദൈവമാണ്, ഇവർ വിശ്വസിക്കുന്നതാണ് സത്യം എന്നുള്ളൊരു കാര്യം ലോകത്തിൽ ആ വചനം എല്ലാവരും വിശ്വസിക്കത്തില്ല. ഓഫ്കോഴ്സ് ജീവനിലേക്കുള്ള വഴി ഇടുക്കോ ഞെരുക്കോ ഉള്ളത് ചുരുക്കം പേര് അത് കണ്ടെത്തത്തുള്ളൂ എന്ന് അതുപോലുള്ള ദാഹമുള്ളവർ സത്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ കത്തും. അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തിൽ പറയുക, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ യെശയ്യാവ് 42-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ മഹത്വം ആർക്കും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് വാക്യങ്ങളും പലപ്പോഴും നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം. എന്നാൽ ആ മഹത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താ ഈ പറഞ്ഞിരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. നമ്മൾ യെശയ്യാവ് 42-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ യഹോവ അത് തന്നെ എൻ്റെ നാമം, ഞാൻ യഹോവ അത് തന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ ആ മഹത്വം എന്നുള്ള വാക്ക് മജസ്റ്റി, ദൈവത്തിന് മാത്രം അർഹിക്കുന്ന ഒരു ഗ്ലോറി, ഒരു ക്രെഡിറ്റ് എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു മഹത്വം, ദൈവം എന്നുള്ള ആ ഒരു മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ ആ ഡോക്സ എന്ന് പറയുന്നൊരു ഗ്രീക്ക് പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഗ്ലോറി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഗ്ലോറി, മഹത്വം, തേജസ്. ഇവിടെ കർത്താവ് പറയുന്ന ആ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഗ്ലോറി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ യോഹന്നാൻ 1:14 അപ്പൊ ദൈവം എന്നുള്ള മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്നാൽ യോഹന്നാൻ 1:14 എന്താ ഒരു തേജസ് യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടതായിട്ട് പറയുന്നുണ്ട്. എന്താ യോഹന്നാൻ 1:14 എന്താ നമ്മൾ വായിക്കുന്നേ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. അപ്പൊ യേശുവിന്റെ തേജസ്സിനെ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട കാര്യം അവിടെ പറയുന്നത്. വചനം ജഡമായി തീർന്ന് ഞങ്ങളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ യേശുവിന്റെ തേജസ് കണ്ടു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ടുള്ള ആ തേജസ് പിതാവിന്റെ ഏകജാതനായവന്റെ തേജസ്, പിതാവിന്റെ സ്വഭാവമാണ്. കൃപയും സത്യവും നിറഞ്ഞ യേശുവിന്റെ ആ ഒരു സ്വഭാവമാണ് ആ തേജസ്സായിട്ട് നമ്മൾ അവിടെ യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ തേജസ്സാണ് കർത്താവ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഈ സ്വഭാവം കർത്താവ് തൻ്റെ ആ പരിശുദ്ധാത്മാവിലൂടെയുള്ള ആ ദൈവ തേജസ്, ആ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം, അത് നീ എനിക്ക് തന്നിട്ടുള്ള ആ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ അവർക്ക്
ഈ തേജസ് കൊടുത്തിരിക്കുന്നു, ഈ തേജസ് ഞാൻ അവരൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ ഈ യേശുവിലുള്ള ആ ഒരു കൃപയും സത്യവും നിറഞ്ഞ ആ ഒരു ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം, ദിവ്യ തേജസ് അവരും കണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 23-ാമത്തെ വാക്യവും കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്താം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയണം. ലോകം എന്തൊക്കെ അറിയണം? യേശുവിനെ പിതാവ് അയച്ചിരിക്കുന്നു എന്നറിയണം. അത് മാത്രമല്ല, നമ്മൾ സാഗ്ബിറിൽ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമായി യോഹന്നാൻ 17:23 ബ്രദറിൻ്റെ ലൈഫിലെ ഏറ്റവും അധികം ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബൈബിളിലെ ഏറ്റവും വലിയ സത്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച ഒരു കാര്യമായിട്ട് ബ്രദർ പറയാറുണ്ട്. എന്താ? പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളെയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ അതാ വായിക്കുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് വചനത്തിൽ എത്രയോ എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ എത്ര അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറിച്ച് ഈ 11 അപ്പോസ്തലന്മാരെ, ആ 11 അപ്പോസ്തലന്മാരിലൂടെ ആ വചനം കേട്ട് അതുപോലെ ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് വന്നിട്ടുള്ളവരെ, അതുപോലെ കർത്താവിനോട് ഹോൾഹാർട്ടായിട്ട് നിൽക്കുന്നവരെ കർത്താവ് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ ഇവരെയും സ്നേഹിക്കുന്നു എന്ന് ഇവരറിയണം. ഇവരറിഞ്ഞാലേ ഇവരിലൂടെ ലോകം അറിയത്തുള്ളൂ. അപ്പം നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം അറിയണം, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം. അങ്ങനെ അറിയുവാൻ വേണ്ടി നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിനും തന്നെ. ഞാൻ അവരിൽ, ഞാൻ യേശു നമ്മളിൽ, പിതാവ് യേശുവിൽ. അപ്പം നമ്മളിൽ യേശുവിൽ പിതാവ്, അപ്പം നമ്മളിൽ യേശുവും പിതാവും. അങ്ങനെ അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന്. അങ്ങനെ നമ്മൾ അതുപോലെ കർത്താവിൽ അതുപോലെ ആഴത്തിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കും. ദേ മേ ബി പെർഫെക്റ്റഡ് ഇൻ യൂണിറ്റി എന്നുള്ളൊരു കാര്യം അതാ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു കർത്താവ് നമ്മളെ സ്ഥാനപതികളായിട്ട് വചനത്താലുള്ള കഴിവുകൾ പ്രാപിച്ച് അയക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പിന്നെന്താ നമ്മൾ കണ്ടേ? പിന്നെ ആ ഒരു 21-ാമത്തെ വാക്യത്തിൽ നമ്മളെല്ലാവരും ഒന്നാകേണ്ടതിന് ആ ഒരു ദൈവത്തോട് നമ്മൾ ഒന്നാകണം, പരസ്പരം ഒന്നാകണം. പിന്നെന്താ നമ്മൾ വായിച്ചേ? ആ ഒരു ഒന്നാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എബൈഡിങ്, ഒരു വസിക്കുന്ന ഒരു പ്രവൃത്തി വെച്ചാൽ നാം ദൈവത്തിൽ വസിക്കുന്നവരാണോ? നമ്മൾ ദൈവത്തിൽ വസിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ ഓരോ സമയത്തും കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയുമ്പം അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമ്മളിലൂടെ ഒരു വലിയൊരു സ്വസ്ഥതയും സമാധാനവും കർത്താവ് നമ്മളിൽ വസിക്കും. നമുക്കൊരു സ്വസ്ഥതയുണ്ട്, നമുക്കൊരു സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തെല്ലാം കാര്യങ്ങൾ കർത്താവ് എല്ലാം ചെയ്യും. കർത്താവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നാം ദൈവത്തോടും പിതാവിനോടും യേശുവിനോടും നമ്മൾ ഒന്നാകുന്നു. അങ്ങനെയുള്ള ആ കർത്താവിനോട് സ്വന്തം ഇഷ്ടം സമർപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സഹോദരങ്ങളുമായിട്ട് നമ്മൾ ഒന്നാകുന്നു. അതാ സഭയാകുന്ന ശരീരം. അവിടെ യേശുവിനോട് നമ്മൾ ഒന്നാകുന്നു. അതുപോലെ യേശുവിനോട് ഒന്നായിട്ടുള്ള സഹോദരങ്ങളുമായിട്ട് നമുക്കൊരു ആത്മാവിലൊരു ഐക്യം, നമ്മൾ ഒരു ശരീരത്തിലൊരു അവയവങ്ങൾ എന്ന വണ്ണം പരസ്പരം കലഹിക്കാതെ, പരസ്പരം ഒരു ഈഗോയോ ക്ലാഷോ ഒരു അസൂയോ കുശുമ്പോ മത്സരവോ നീരസമോ കയ്പോ ഒന്നും ഇല്ലാതെ യേശു ആകുന്ന തലയും സഭയാകുന്ന ശരീരത്തിലെ വിവിധ അവയവങ്ങളുമായിട്ട് ഇവിടെ ഈ ലോകത്തിൽ യേശു പിതാവിനാൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് വെളിപ്പെടുത്താനായിട്ട് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നു മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഐക്യത്തിൽ നമ്മൾ ശരിയാണ്, നമുക്ക് ഐക്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന എന്താ കർത്താവിൻ്റെ പ്രാർത്ഥന? ദാറ്റ് ദേ മേ ബി പെർഫെക്റ്റഡ് ഇൻ യൂണിറ്റി. ഈ ഒരു ഐക്യം നമുക്കുണ്ട്, നല്ല കാര്യം. എന്നാൽ ആ ഒരു ഐക്യം പോലെ ശരിയാണ്. നമ്മളുടെ ബാക്കിയുള്ള ഒത്തിരി സഭാ കൂട്ടുവരവുകളെയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ സഭയിൽ എത്ര ഐക്യമുണ്ട്, എത്ര കൂട്ടായ്മയുണ്ട്, നല്ല കാര്യം തന്നെ. എന്നാൽ കർത്താവ് പറയുന്നത് എന്താ? ആ ഐക്യം അതിൽ തന്നെ നിന്നാൽ പോരാ. ദേ മേ ബി പെർഫെക്റ്റഡ് ഇൻ യൂണിറ്റി. പിതാവും യേശുവും തമ്മിലുള്ള ഐക്യം പോലെ ആ ഐക്യത്തിലേക്ക്, അതാ നമ്മുടെ സ്റ്റാൻഡേർഡ്. ആ ഐക്യത്തിലേക്ക് നമ്മളും ആ പെർഫെക്ഷനിലേക്ക്, അതുപോലുള്ള ഒരു ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക്, ഒന്നിനും തകർക്കാനൊക്കാത്ത ആ ഒരു കൂട്ടായ്മയിലേക്ക്, അതുപോലുള്ള ഒരു ഐക്യത്തിലേക്ക് നമ്മൾ വരണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നേ. പിന്നെ പിതാവ് നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ യേശുവിന് വേണ്ടി പിതാവ് ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയും ചെയ്യും. യേശുവിന് വേണ്ടി പിതാവ് എത്രയധികം കരുതി. യേശു ഒരു കുഞ്ഞായിരുന്നപ്പം അവിടെ ഹെരോദ രാജാവൊക്കെ കൊല്ലാൻ നോക്കി. എന്നാൽ യേശു കുഞ്ഞായിരുന്നു, പക്ഷേ അപ്പനമ്മമാരെ ദൈവം ദർശനമൊക്കെ കൊടുത്ത് വേറൊരിടത്തേക്ക് പറഞ്ഞയക്കുന്നതൊക്കെ നമ്മൾ മത്തായി 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ. അതുപോലെ തന്നെ ഓരോ സമയത്തും പിതാവ് യേശുവിനെ എത്രയധികം കരുതി സ്നേഹിച്ചു, പിതാവ് യേശുവിനായിട്ട് എത്രയധികം ജാഗരിച്ചു, എത്രയധികം പ്ലാൻ ചെയ്തു കാര്യങ്ങൾ. അപ്പം
അതുപോലെ യേശുവിന് ദൈവം പിതാവ് അങ്ങനെ ചെയ്തുവെങ്കിൽ യേശു എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനാ, ഇളയ പുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഇളയ പുത്രന്മാരും അനിയത്തിമാരും കർത്താവിൻ്റെ അനിയന്മാരും അനിയത്തിമാരും നമ്മൾ. കർത്താവ് ഏകജാതനായിരുന്നു യോഹന്നാൻ 3:16 അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ കർത്താവ് ആദ്യജാതനായതായിട്ട് പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും ഇത് എന്ന് പറയുമെന്നാണ് മഗ്ദലക്കാരത്തി മറിയത്തോട് പറയുന്നത്. അപ്പം പുനരുദ്ധാനം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മളെല്ലാം കർത്താവിൻ്റെ അനിയന്മാരും അനിയത്തിമാരും ആയി തീർന്നു. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ കർത്താവ് ഏകജാതനായ കർത്താവ് ആദ്യജാതനായി തീർന്നു. അപ്പം എനിക്കിപ്പോൾ 3 മക്കളുണ്ടെങ്കിൽ മൂത്തയാൾക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഇളയാൾക്ക് ചെയ്യും. ഞാൻ പക്ഷഭേദമില്ലാത്തൊരു പിതാവാണെങ്കിൽ എന്ന് പറയുന്നത് പോലെ ദൈവപിതാവ് പക്ഷഭേദമില്ല, പാർഷ്യാലിറ്റി ഇല്ല. അപ്പം അതുകൊണ്ട് മൂത്തപുത്രനായ യേശുവിനെ പിതാവ് പാപത്തെ ജയിക്കാനും ലോകത്തെ ജയിക്കാനും സഹായിച്ചെങ്കിൽ എന്നെയും കർത്താവ് അതുപോലെ സഹായിക്കും. യേശുവിന് വേണ്ടി പിതാവ് കരുതിയെങ്കിൽ എന്നെയും കരുതും. അപ്പം അങ്ങനെ ആ കാര്യം ഞാൻ അറിയണം. എനിക്കത് വെളിപ്പാടായിട്ട് ലഭിക്കുമ്പം ഞാൻ ഐക്യത്തിൽ തികഞ്ഞവനായിട്ട് അങ്ങനെ സഹോദരങ്ങളായിട്ട് ഒന്നായിട്ടായിരിക്കും. അത് ലോകത്തിനും ഈ കാര്യങ്ങൾ മനസ്സിലാവാൻ ഇടയാകും എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മളെ വെല്ലുവിളിക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിൽ വസിക്കുവാനും കർത്താവ് നമ്മളിൽ വസിക്കുവാനും കർത്താവിനോട് ഒന്നാകാനും അതുപോലെ സഹോദരങ്ങളുമായിട്ട് ഒരു കൂട്ടായ്മയിൽ ആഴപ്പെടാനും മറ്റുള്ളവരെ കൂടുതൽ പ്രാധാന്യമുള്ളവരായിട്ട് കരുതാനും ഫിലിപ്പിയർ 2:3 നമ്മൾ വായിക്കുന്നത് പോലെ ഒരു കൂട്ടായ്മയിൽ ഒന്നാകാനും അങ്ങനെ യേശുവിൻ്റെ സ്നേഹം പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലൊക്കെ ഉറയ്ക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സ്ഥാനപതികളായിട്ട് കഴുകപ്പെട്ടവരായിട്ട് കുളിച്ചവരായിട്ട് കാല് കഴുകപ്പെട്ടവരായിട്ട് കർത്താവിൻ്റെ സ്ഥാനപതികളായിട്ട് കർത്താവ് അയക്കുന്നിടത്തൊക്കെ കർത്താവിൻ്റെ പ്രകാശമാകുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളിപ്പം കേട്ടതുപോലെ പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു. ആ ദൈവസ്നേഹം അത് മനസ്സിലാക്കാൻ നമ്മളുടെ ഈ ബുദ്ധിക്ക് അതീതമാണ് ആ സ്നേഹമെന്ന് നമ്മുടെ ജ്ഞാനത്തിന് അതീതമാണ്, നമ്മുടെ അറിവിന് അതീതമാണ് ആ സ്നേഹമെന്ന് എഫേസ്യർ 3:18 നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴവും അകലവും വീതിയും ഉയരവും ഒക്കെ നമ്മളുടെ അറിവിന് അതീതമാണ്. ഇറ്റ് സർപാസസ് ഓൾ നോളജ് എന്ന് നമ്മൾ വായിക്കുന്നത്. അതാണ് നമ്മൾ ഈ പാട്ടിൽ പാടുന്ന ദൈവസ്നേഹമേ ദൈവസ്നേഹമേ. അതിനുള്ള അകലവും ഉയരവും ആഴവും എല്ലാം അപ്രമേയം. അത് വർണ്ണിക്കാൻ അത് ഗ്രഹിക്കാൻ കഴിയുന്നതിലും അതീതമാണ്. പാപക്കുഴിയിൽ ആണ്ടുപോയ എന്നെ മോചനം പ്രാപിക്കുന്നതിന് കർത്താവിൻ്റെ ആ ഒരു സ്നേഹം പ്രാപിപ്പതിന് നിന്റെ ആ സ്നേഹം ഞാൻ കാണുന്നു. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതായിട്ടുള്ള ആ മനുഷ്യനോട് അവിടുന്ന് കാണിച്ച കരുണ, നമുക്ക് വേണ്ടി ക്രൂസിൽ കർത്താവ് യാഗമായി തീർന്നതിനെ കുറിച്ചൊക്കെ ജഗബേറും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു. അതുകൊണ്ട് ആ സ്നേഹത്തെ കാണുമ്പോൾ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? അവിടുത്തെ ആ സ്നേഹത്തെ കാണുമ്പോൾ കർത്താവ് ഞാനിനി ലോകത്തിൻ്റെതല്ല, ഞാൻ അവിടുത്തേതാണ്. യേശു ലോകത്തിൻ്റെത് ഏതൊരളവിൽ യേശു ലോകത്തിൻ്റെതല്ലയോ ആ ഒരു അളവിൽ ഞാനും ഈ ലോകത്തിൻ്റെതല്ല. സ്വർഗം എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ സ്വർഗത്തിൻ്റെ പൗരനാണ്. ആ ദൈവസ്നേഹം ക്രൂസിലൂടെ എന്നെ തേടി വന്ന ആ സ്നേഹം കണ്ട് ഞാൻ എന്നെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ കർത്താവിൽ ഞാൻ വസിക്കുന്നു, കർത്താവിനിൽ വസിക്കുന്നു. കർത്താവ് വസിക്കുന്ന കൂട്ട സഹോദരങ്ങളോട് ഞാൻ ഒന്നാകുന്നു. അങ്ങനെ ഞാൻ ഒന്നാകുമ്പോൾ ബാക്കിയുള്ളവർക്ക്, എൻ്റെ ചുറ്റുമുള്ളവർക്ക് യേശുവിനെ കാണാനായിട്ട്, യേശുവിനെ കേൾക്കാനായിട്ട്, യേശു ആണ് സത്യദൈവമെന്ന് അങ്ങനെ മനസ്സിലാകും. നമ്മൾ ദൈവത്തോട് ഒന്നാകുന്നു, നമ്മൾ ബാക്കിയുള്ള സഹോദരങ്ങളോട് ഒന്നാകുന്നു. അപ്പോൾ യേശു മാത്രം സത്യദൈവമാണെന്നും യേശു പിതാവിനെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുന്ന ഒരു തലത്തിലേക്ക് വരും. നമുക്കതൊരു വെളിപ്പാടായിട്ട് ലഭിക്കണം. അങ്ങനെ നമ്മൾ ഒന്നാകുമ്പോൾ, കർത്താവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും ഒന്നാകുമ്പോൾ അത് ലോകത്തിന് മനസ്സിലാവും. ദൈവം എത്രയധികം കരുതുന്ന ആൾക്കാരാണ്. ഇവർ സാധാരണക്കാരല്ല, ഇവർ മോശക്കാരല്ല. പിതാവായ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം കരുതുന്ന സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്, വിശേഷപ്പെട്ട ജനമാണ് ഇവരെന്ന് ലോകത്തിന് മുമ്പായിട്ട് വെളിവായിട്ട് വരും. ദൈവം നമ്മളെ മാനിക്കും. നമുക്ക് ആ ദൈവസ്നേഹത്തെ ഓർത്ത് സന്തോഷത്തോടെ ഈ സ്നേഹം നമ്മളെ തേടി വന്നല്ലോ, ആ വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ശബ്ദതീർത്ത് നമുക്ക് പാടാം. സ്നേഹമേ ദൈവസ്നേഹമേ, അതിനുള്ളകലമുയരമാഴം അപ്രമേയമേ, അതിനുള്ളകലമുയരമാഴം അപ്രമേയമേ. പാപക്കുഴിയിലാണ്ടുപോയ നരനുമോചനം പ്രാപിപ്പതിനു നിന്റെ ആഴമാണു കാരണം. പാപക്കുഴിയിലാണ്ടുപോയ നരനുമോചനം
പ്രാപിപ്പതിനു നിന്റെ ആഴമാണു കാരണം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴം അപ്രമേയമേ. അതിനുള്ള ഉയരമാഴം അപ്രമേയമേ. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. കുരിശിലേകജാതനെ തകർത്തു വൈരികൾ അനിശവും വിമോചനം വരുത്തി വയ്ക്കയോ. കുരിശിലേകജാതനെ തകർത്തു വൈരികൾ അനിശവും വിമോചനം വരുത്തി വയ്ക്കയോ. ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. സ്വർഗമതിലനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ലോ എങ്കിലും നരകദേകിയ. ലോകമതിലുള്ള അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുവാൻ യോഗ്യരല്ല എങ്കിലും നരകദേകിയ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഉയരമാഴം അപ്രമേയമേ. അതിനുള്ള ഗലമുയരമാഴം അപ്രമേയമേ. അഴുകിനാനും ശവസമാനരായ പാപികൾ കഴുകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. അഴുകിനാറും ശവസമാനരായ പാപികൾ കഴുകു നൽകി അഴിവില്ലാത്ത സ്ഥിതിയിലാക്കിടും. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ഉയരമാഴം അപ്രമേയമേ. അരിഗണത്തി അരികണച്ചു സുതജനങ്ങളാൽ പരിഗണിച്ചു പരിചരിക്കു മകമഴിഞ്ഞതാ. അരിഗണത്തി അരിഗണച്ചു സുതജനങ്ങളാൽ പരിഗണിച്ചു പരിചരിക്കു മകമഴിഞ്ഞതാ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. അതിനുള്ള ഗലമുയരമാഴമപ്രമേയമേ. ഈ ദൈവസ്നേഹത്തിന് മുമ്പാകെ നമുക്ക് പകരം എന്ത് കൊടുപ്പാനുള്ളൂ? നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ച് കർത്താവിൻ്റെ ആ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ഒരു ഹിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ആ ഹിതം ചെയ്യുവാനായിട്ട് കർത്താവെ ഈ സ്നേഹത്തിന് മുമ്പായിട്ട് കാൽവരി കുരിശിൽ കർത്താവെ ഞങ്ങളെയും തേടി വന്ന ആ സ്നേഹത്തിന് മുമ്പായിട്ട് കർത്താവെ ഞങ്ങളെ തന്നെയും സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നത് നമുക്ക് പറയാം. ആ ഒരു നമുക്ക് ഇന്ന് കർത്താവിനോട് ഒന്നാകാനുള്ള തടസ്സം, നമുക്ക് ദൈവജനമായിട്ട് ഒന്നാകാനുള്ള ഒരേ ഒരു തടസ്സം നമ്മളുടെ സ്വയം, നമ്മളുടെ ജഡം, നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ്. അത് നമ്മളെ ക്രൂശിൽ വെച്ചുകൊണ്ടേയിരിക്കുന്നിടത്ത് മാത്രമേ അവിടെ നമുക്ക് ദൈവത്തിലും ദൈവം നമ്മളിലും വസിക്കുവാനും അങ്ങനെ നമ്മൾ കർത്താവിനോട് ഒന്നാകുവാനും കർത്താവിൻ്റെ മക്കളുമായിട്ട് ഒന്നാകാനും അങ്ങനെ നമ്മൾ ദൈവമായിട്ട് കർത്താവുമായിട്ടും കർത്താവിൻ്റെ മക്കളുമായിട്ട് നമ്മൾ ഒരു ശരീരമായിട്ടായി തീരുമ്പോൾ മറ്റുള്ളവർക്ക് യേശുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവർക്ക്
യേശുവാണ് സത്യദൈവം എന്ന് മനസ്സിലാവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് യേശുവിനെ പിതാവ് കരുതിയതുപോലെ തന്നെ പിതാവ് നമ്മളെയും കരുതുന്ന ഒരു വിശേഷപ്പെട്ട ജനമാണ് ഇവരെന്ന് ഇവർക്ക് അത് മനുഷ്യൻ്റെ ലോജിക്ക് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാവാതെ വണ്ണം ദൈവം കരുതുന്ന വിശേഷപ്പെട്ട ജനമാണെന്നുള്ളൊരു കാര്യം ലോകക്കാർക്ക് അസൂയ തോന്നുമാറ് നമ്മൾ സ്വസ്ഥരായിട്ടിരിക്കുമ്പം, നമ്മൾ സന്തോഷമുള്ളവരായിട്ടിരിക്കുമ്പം, നമ്മൾ വലിയ കോടിപതികളായതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ സ്ഥാനപതികളായതുകൊണ്ട്, നമ്മൾ അംബാസിഡേഴ്സ് ആയതുകൊണ്ട്, നമ്മൾ ലോകക്കാരുടെ കണ്ണിൽ നമ്മൾ വലിയ ലോകപ്രകാരമുള്ള വലിയ ഉയർച്ചകളും കാര്യങ്ങളും അല്ല, എന്നാൽ നമ്മളുടെ ഉള്ള കാര്യങ്ങളിൽ നമുക്കുള്ള ആ ഒരു വലിയ സംതൃപ്തിയും വലിയൊരു സമാധാനവും സ്വസ്ഥതയും ആ ഒരു സ്നേഹവും ആ ഒരു പകരം വീട്ടാത്ത ഒരു മനോഭാവവും ആരോടും കയ്പും വിരോധമൊന്നും ആകാതെ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും ക്ഷമയോദിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുകയും നമ്മൾ എക്സ്ട്രാ മൈൽ ഓടി മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇവരെ പുലർത്തുന്ന ദൈവത്തിൻ്റെ ആ ഒരു വിശേഷതയെക്കുറിച്ച് ലോകം അറിയും. നാം യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ആ ഒരു സ്നേഹം, ആ ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് പാടിയങ്ങ് മറന്നു കളയാനല്ല, മറിച്ച് ആ ദൈവസ്നേഹം നമ്മളിൽ ഒന്ന് നിറയാൻ തക്കവണ്ണം നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് നമ്മുടെ ജഡത്തെ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ സമ്പൂർണ്ണമായിട്ട് നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തടസ്സമായിട്ടുള്ള നമ്മളുടെ സ്വന്തം ഇഷ്ടങ്ങളെ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ, ആശ്രയ ജീവനെ സമ്പൂർണ്ണമായിട്ടും ക്രൂശിൽ ഏൽപ്പിച്ച് കർത്താവെ അവിടുത്തെ ആ സ്നേഹം അത് കർത്താവെ എന്നിൽ വന്ന് നിറയട്ടെ. ആ സ്നേഹം എന്നിൽ വന്ന് നിറയാനുള്ള തടസ്സം കർത്താവെ എൻ്റെ സ്വയമാണല്ലോ, എൻ്റെ സ്വന്തം ഇഷ്ടമാണല്ലോ, ഞാൻ എന്നത്തിന് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. എൻ്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട എൻ്റെ ജീവിതത്തിൽ കർത്താവെ, എൻ്റെ ഇഷ്ടം പോലെ ഒന്നും നടക്കേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറയുമ്പോൾ ഉള്ള ഒരു വലിയൊരു സ്വസ്ഥത, അതുപോലൊരു സ്വസ്ഥത, ഒരു സമാധാനം വേറെ ആർക്കും അനുഭവിക്കാനൊക്കെ ഇല്ല. നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് അങ്ങ് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമ്പം നമ്മൾ എത്ര ഫ്രീ ആവുന്നു, നമ്മൾ എത്ര അങ്ങ് സ്വതന്ത്രരാകുന്നു. ആ വലിയൊരു ദൈവത്തിൻ്റെ വലിയ ദിവ്യ സമാധാനം, സ്വർഗീയ സമാധാനം നമ്മളിൽ ഒന്ന് നിറയുന്നു, വലിയ സ്വസ്ഥത നമ്മളിൽ ഒന്ന് നിറയുന്നു. ദൈവത്തോട് നമ്മൾ ഒന്നാകുന്നു, ദൈവജനത്തോട് നമ്മൾ ഒന്നാകുന്നു. അപ്പോൾ നമ്മളിലൂടെ ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിപ്പോയി അവരും ഈ യേശുവിനെ സത്യദൈവം എന്ന് കാണുവാനും യേശു ദൈവം പിതാവ് നമ്മളെ എത്രയധികം കരുതുന്നു എന്ന് കാണുവാനും ഇടയാവുന്ന ഒരു അവസ്ഥ. കർത്താവെ അവിടെ കർത്താവിൻ്റെ ആ ഒരു ബേർഡൻ, കർത്താവിൻ്റെ ഒരു ഭാരം, ഈ ശിഷ്യന്മാർ അവർ അന്ത്യത്താഴത്തിലും അവരാരാ വലിയവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. എന്നാൽ ഇവരൊന്നാകേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരൊന്നാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവിൻ്റെ നാമത്തിൽ ഇവരെ കാക്കണമേ, ഇവരൊന്നാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവ് പിതാവേ, ഞാനും അങ്ങേ ഒന്നായിരിക്കുന്നത് പോലെ, ഞാൻ അങ്ങയിലും അങ്ങനിലും ആയിരിക്കുന്നത് പോലെ ഇവരും എന്നിലാകണം, നാം അവരിലാകണം, അങ്ങനെ അവരൊന്നാകണം. അങ്ങനെ കർത്താവെ ലോകം നീ എന്നെ അയച്ചിരിക്കുന്നു ലോകം അറിയണമെന്നൊക്കെ യേശു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന, അതിനായിട്ട് എൻ്റെ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, എൻ്റെ തേജസ്, എൻ്റെ ദിവ്യ സ്വഭാവത്തെ, കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവത്തെ നമുക്ക് തന്നിരിക്കുന്നു. നമ്മൾ ഒന്നാകേണ്ടതിനായിട്ട്, കർത്താവുമായിട്ട് ഒന്നാകേണ്ടതിനായിട്ട്, നമ്മൾ പരസ്പരം ഒന്നാകേണ്ടതിനായിട്ട്, നമ്മൾ ആ തേജസ് മറ്റുള്ള അനേകരിലേക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിനായിട്ട്, വെളിപ്പെടുത്തേണ്ടതിനായിട്ട് കർത്താവ് നമുക്ക് ആ തേജസ്, ആ മഹത്വം നമുക്ക് തന്നിരിക്കും. നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് കർത്താവിനായിട്ട് അങ്ങ് തുറന്നു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും, നമ്മളുടെ ചിന്തകളാവട്ടെ, നമ്മളുടെ വാക്കുകളാവട്ടെ, നമ്മളുടെ പ്രവൃത്തികളാവട്ടെ, നമ്മളുടെ ഭാവികാലമാവട്ടെ, ഭൂതകാലമാവട്ടെ, വർത്തമാനകാലമാവട്ടെ, നമ്മളുടെ കുടുംബാംഗങ്ങളാവട്ടെ, നമ്മളുടെ സ്വന്തം വസ്തുവകളാവട്ടെ, എല്ലാം കർത്താവെ എൻ്റേതായിട്ടൊന്നും വേണ്ട, എല്ലാം അങ്ങയുടേതാണ്, ഞാൻ എന്നെ തന്നെ അങ്ങ് തരുന്നു, എനിക്കായിട്ട് ജീവിക്കേണ്ട, എനിക്കായിട്ട് ജീവിച്ച് മടുത്തു കർത്താവെ. എനിക്കായിട്ട് തന്നെ ജീവിക്കുമ്പോൾ എത്ര വലിയ അസ്വസ്ഥതയും എത്ര വലിയ പരിഭവങ്ങളും പരാതിയും പ്രശ്നങ്ങളുമാണ് കർത്താവെ. എനിക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ദൈവസ്നേഹത്തിന് മുമ്പായിട്ട് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് ഓപ്പൺ അപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിന് മുമ്പാകെ നമുക്കങ്ങ് തുറന്നു കൊടുക്കാം. ആ ദൈവസ്നേഹം നമ്മളിൽ ഒന്ന് നിറയട്ടെ. കർത്താവിനോട് നമുക്ക് ഒന്നായി ചേരാം. നമ്മുടെ ആത്മമണവാളിനോട് നമുക്ക് ആത്മാവിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തോട്, കർത്താവിനോട് നമുക്ക് ഒന്നാകാം. ആത്മാവിൽ കർത്താവിനാൽ നിറയപ്പെട്ട് യേശുവിനാൽ ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് യേശുവിനോട് ഒന്നായി അങ്ങനെ നമ്മൾ ഒന്നാകുമ്പോൾ, അങ്ങനെ നമ്മൾ ദൈവത്തോട് യേശുവിനോട് നമ്മൾ ഒന്നാകുമ്പോൾ, യേശുവിൻ്റെ മക്കളോട്, യേശു കർത്താവിൻ്റെ അനിയന്മാരോട് അനിയത്തിമാരോട് നമ്മൾ അവരോട് ഒന്നാകും. നമുക്കൊരു ആഴത്തിലുള്ളൊരു കൂട്ടായ്മ, നമ്മൾ അതുവരെ സഹോദരങ്ങളോട് അനുഭവിക്കാത്ത ആഴത്തിലുള്ളൊരു കൂട്ടായ്മയുടെ മാധുര്യം നമുക്ക് അനുഭവിക്കാനൊക്കെ. അങ്ങനെ കർത്താവേ, ലോകത്തിന് യേശുവിനെ വെളിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. സഭയായിട്ട് സഹായിക്കണമേ, കുടുംബങ്ങളായിട്ട് സഹായിക്കണമേ, വ്യക്തിപരമായിട്ട് സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെത്തന്നെയും സമ്പൂർണ്ണമായിട്ടും തുറന്നു വരുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ സകല മേഖലകളിലേക്കും അങ്ങ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകൾ ഞങ്ങൾക്കായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾക്കത് കാണിച്ചു തരണമേ. ഞങ്ങളുടെ എല്ലാം കർത്താവേ, ഞങ്ങളുടെ പണ ഇടപാടുകളാവട്ടെ, ഞങ്ങളുടെ കർത്താവേ രഹസ്യ ജീവിതങ്ങൾ, ഞങ്ങളുടെ ചിന്താജീവിതം, ഞങ്ങളുടെ മനോഭാവങ്ങൾ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ,
കർത്താവെ ഞങ്ങളുടെ എല്ലാം കർത്താവെ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കർത്താവെ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ അടിയറവ് പറയുന്നു. കർത്താവെ എൻ്റെ ഇഷ്ടം പോലെ, ഞങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട കർത്താവെ, അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങളെ ആക്കി തീർക്കണം. അവിടുത്തെ സ്നേഹത്താൽ, അതീവ സ്നേഹത്താൽ ഞങ്ങളെ കർത്താവെ ഞങ്ങളെ തേടി വന്ന ആ സ്നേഹം, ക്രൂസിൽ കർത്താവെ ഞങ്ങളെ തേടി വന്ന ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് അങ്ങയോട് ഒന്നായി തീരണം. കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ദൈവമക്കളുമായിട്ട് ഒന്നായി തീരണം. സഭയാകുന്ന ശരീരമായിട്ട് ഞങ്ങൾക്ക് ഈ ദേശത്ത് പണിയപ്പെടണം. കർത്താവെ യേശുവിനെ വെളിപ്പെടുത്തണം. കർത്താവെ വചനത്താൽ കഴുകപ്പെട്ട് അവിടുത്തെ അംബാസിഡേഴ്സായിട്ട്, അവിടുത്തെ സ്ഥാനപതികളായിട്ട് കർത്താവെ ആ വലിയ മാന്യതയോടുകൂടി കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ഇറങ്ങിച്ചെല്ലണം. യേശു ഈ ലോകത്തായിരുന്നതുപോലെ ഞങ്ങൾ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നു. എത്ര വലിയ പദവിയാണ് കർത്താവെ. യേശുവിനെ പിതാവ് ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് പോലെ എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ സഹോദരങ്ങളെ ആക്കി വെച്ചിരിക്കുന്നുവല്ലോ. എത്ര വലിയ ഞങ്ങൾ എത്ര വിശേഷപ്പെട്ട ജനം കർത്താവെ. ഹൗ ഡിസ്റ്റിംഗ്വിഷ് പീപ്പിൾ ആവി. ഞങ്ങൾ എത്ര VVIPs ആണ് കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ആ സ്വർഗ്ഗം എത്രയധികം വ്യാപരിക്കുന്നു, ജാഗരിക്കുന്നു കർത്താവെ. അവിടുന്ന് ഉറക്കം തൂങ്ങാതെ ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ എപ്പോഴും ഞങ്ങളെ നോക്കിയിരിക്കുന്ന ആ വലിയ കാവലിനായിട്ട്, വലിയ കർത്താവ് കരുതലിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾ എത്ര സുരക്ഷിതരാണ്, എത്ര ഭദ്രമായിട്ടുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നിട്ടുണ്ട്. എത്ര കർത്താവ് സ്വർഗ്ഗപിതാവിൻ്റെ ആ ദിവ്യ ഭണ്ഡാരത്തെ എല്ലാം സ്വന്തമായിട്ട് കണ്ട് ജീവിക്കാൻ തക്കവണ്ണമുള്ള വലിയ കർത്താവെ അധികാരം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു കർത്താവെ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ വിശദീകരിച്ച് കർത്താവെ കഴുകൽ പ്രാപിച്ച് ഓരോ ദിവസവും രാവിലെ തോറും കർത്താവെ ഞങ്ങളുടെ ചെവികൾ അങ്ങയുടെ ശബ്ദത്തിനായിട്ട് തുറക്കപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി സംസാരിക്കാനുള്ളൊരു നാവ് ഞങ്ങൾക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദിവസവും കർത്താവെ വചനത്താൽ കുളിച്ച്, വചനത്താൽ കാലുകളൊക്കെ കഴുകൽ പ്രാപിച്ച് കർത്താവെ അവിടുത്തെ സ്ഥാനപതികളായിട്ട് കർത്താവെ ഈ ലോകത്തിൽ അങ്ങേ വെളിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തോട് ഒന്നായി ചേരുവാൻ കർത്താവെ ദൈവമക്കളോട് ഒന്നായി ചേരുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി യേശുവേ, നന്ദി. അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെ ആ സ്നേഹം യേശുവിനെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. നന്ദി കർത്താവെ, നന്ദി. ഹല്ലേലൂയ.